ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ബൈബിൾ സർവേ ക്ലാസ്സിൽ നാം ഇപ്പോൾ വെളിപ്പാട് പുസ്തകം 19-20 അധ്യായങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം 20-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗം വരെ എത്തിയത് ഓർക്കുക. ഈ അധ്യായങ്ങളിൽ 5 സുപ്രധാന സംഭവങ്ങളാണ് വിവരിക്കുന്നതെന്നുള്ളത് ഇപ്പോൾ എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും കാണാപ്പാടമായിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. സ്വർഗം സന്തോഷിക്കുന്നു, യേശുക്രിസ്തു രാജാവായി ഭൂമിയിലേക്ക് മടങ്ങി വരുന്നു, വിശുദ്ധന്മാർ കർത്താവിനോടൊപ്പം ഭൂമിയിൽ 1000 ആണ്ട് വാഴുന്നു. ആ സമയത്ത് സാത്താനെ ബന്ധിച്ചിരിക്കുകയായിരിക്കും. സാത്താനെ അഴിച്ചുവിടുമ്പോൾ അവൻ മത്സരിക്കുന്നു. അതിനുശേഷം 5-ാമതായിട്ട് പാപികൾ ന്യായം വിധിക്കപ്പെടുന്നു, അഥവാ അന്ത്യന്യായവിധി എന്ന് വേണമെങ്കിൽ പറയാം. 5-ാമത്തെ സംഭവം കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിക്കുവാനായിട്ട് ആരംഭിച്ചതേ ഉള്ളൂ എന്ന് അറിയാമല്ലോ. പാപികളായ മനുഷ്യർ ന്യായം വിധിക്കപ്പെടുന്നതിനെക്കുറിച്ച് നാം പറഞ്ഞു തുടങ്ങി. എല്ലാവരും വെള്ള സിംഹാസനത്തിൻ്റെ മുമ്പിൽ ഒരുമിച്ച് കൂടുന്നു. മരിച്ചവർ ആബാലവൃദ്ധം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം മരിച്ച ആർക്കും ഒളിച്ചിരിക്കാനായിട്ട് കഴിയുകയില്ല. അവരെവിടെയെങ്കിലും ഒളിച്ചിരിക്കാം എന്ന് വിചാരിച്ചാൽ ആകാശവും ഭൂമിയും അവരെ വെളിപ്പെടുത്തും. അല്ലെങ്കിൽ ഈ സന്ദർഭത്തിൽ ആകാശവും ഭൂമിയും ദൈവസന്നിധിയിൽ നിന്ന് ഓടിപ്പോയി എന്ന് നാം വായിക്കുന്നു. മാത്രമല്ല, സമുദ്രവും മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ന്യായവിധിക്കായി ഏൽപ്പിച്ചു കൊടുത്തു. ന്യായവിധിക്കായിട്ട് വരുമ്പോൾ ഈ ന്യായാസനത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് കർത്താവായ യേശുക്രിസ്തുവാണ്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളാണ്. എന്നാൽ ആ പഠനം നമ്മൾ പൂർത്തീകരിക്കുവാനായിട്ട് കഴിയാതിരുന്നത് കൊണ്ട് ഈ ക്ലാസ്സിൽ അതിൻ്റെ പഠനം തുടരുകയാണ് ചെയ്യുന്നത്. നാം ആ പഠനം തുടരുന്നതിന് മുമ്പായിട്ട് പ്രസക്തമായിട്ടുള്ള വേദഭാഗം വായിക്കേണ്ടത് ആവശ്യമാണല്ലോ. അതുകൊണ്ട് 20-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ, അവിടെയാണ് അന്ത്യന്യായവിധി നാം കാണുന്നത്. ആ വാക്യങ്ങൾ നമുക്ക് ആദ്യം വായിക്കാം. അതിനുശേഷം ഈ അന്ത്യന്യായവിധിയെക്കുറിച്ച് ഇനി ചിന്തിക്കുവാനുള്ള കാര്യങ്ങളും കൂടി നമുക്ക് കൂട്ടിച്ചേർക്കാം. ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിലൊരുത്തനിരിക്കുന്നതും കണ്ടു. അവൻ്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിന് മുൻപിൽ നിൽക്കുന്നതും കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. ജീവൻ്റെ പുസ്തകമെന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിനൊത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത ന്യായവിധി ഉണ്ടായി. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തനും അവനവൻ്റെ പ്രവൃത്തികൾക്കടുത്ത വിധിയുണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക 2-ാമത്തെ മരണം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. അന്ത്യന്യായവിധിക്കായിട്ട് വെള്ള സിംഹാസനത്തിൻ്റെ മുമ്പിൽ ആളുകൾ വന്നുകൂടുന്നു, അഥവാ മരിച്ചവർ ആബാലവൃദ്ധം വന്നുകൂടുന്നു എന്ന് നാം ഇവിടെ കാണുന്നുവല്ലോ. അപ്പോൾ ഈ ന്യായവിധിക്കായിട്ട് ന്യായാസനത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നതിനായിട്ട് മരിച്ചവർ എവിടുന്നൊക്കെയാണ് വരുന്നതെന്നുള്ളത് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. 12-ാം വാക്യം നമുക്ക് ഒന്നുകൂടെ പരിശോധിക്കുകയാണെങ്കിൽ, മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് കണ്ടു. മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിന് മുൻപിൽ നിൽക്കുന്നത് കണ്ടു. അപ്പോൾ മരിച്ചവർ ആബാലവൃദ്ധം എന്ന് പറയുമ്പോൾ മരിച്ചവരാരും ഒഴിവാക്കപ്പെടുന്നില്ല. എല്ലാവരും ആ ന്യായാസനത്തിൻ്റെ മുമ്പിൽ, വെള്ള സിംഹാസനത്തിൻ്റെ മുമ്പിൽ വരികയാണ്. 13-ാം വാക്യത്തിൽ നാം കാണുന്നത്, സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു, മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു എന്നാണ്. ഒന്ന് വായിക്കാം. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു, മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോൾ എവിടെ നിന്നൊക്കെയാണ് മരിച്ച ആളുകൾ എഴുന്നേറ്റ് ന്യായവിധിക്കായിട്ട് വെള്ള സിംഹാസനത്തിൻ്റെ മുമ്പിൽ വരുന്നതെന്ന് ചോദിച്ചാൽ, സമുദ്രത്തിൽ നിന്ന്, മരണത്തിൽ നിന്ന്, പാതാളത്തിൽ നിന്ന് എന്നാണ് ഈ വാക്യം നമ്മോട് പറയുന്നത്. ചുരുക്കം പറഞ്ഞാൽ, ഒരു സ്ഥലത്ത് നിന്നും ആർക്കും വരാതിരിക്കാൻ ഒക്കുകയില്ല, ആർക്കും എങ്ങും ഒളിച്ചിരിക്കാനായിട്ട് കഴിയുകയില്ല എന്ന് ചുരുക്കം. സമുദ്രത്തിൽ നിന്ന് അനേകർ ഉയർത്തെഴുന്നേറ്റ് വരും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, ഈ സമുദ്രത്തിലൊക്കെ പോയി മരിച്ചുപോയ ആളുകളുണ്ട്. കപ്പൽ മുങ്ങി മരിച്ചവർ, അല്ലെങ്കിൽ മത്സ്യബന്ധനത്തിന് മറ്റ് തൊഴിലുകൾക്കായിട്ടൊക്കെ പോയവർ, അവരുടെ ജഡം പോലും ചിലപ്പോൾ നമുക്ക് തിരികെ കിട്ടിയിട്ടുണ്ടാവുകയില്ല. എന്നാൽ അങ്ങനെയുള്ള ആളുകൾ പോലും സമുദ്രത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ഈ ന്യായവിധിക്കായിട്ട് വെള്ള സിംഹാസനത്തിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കേണ്ടതായിട്ട് വരും. പിന്നെ പാതാളം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, പാതാളം എന്ന് പറയുന്നത് മരിച്ച ആത്മാക്കൾ വിശ്രമിക്കുന്ന സ്ഥലമാണ്. ഇതിനു മുമ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ക്രിസ്തുവിൽ മരിക്കുന്നവർ നേരെ കർത്താവിൻ്റെ മുമ്പിലേക്ക് പോകുമ്പോൾ, അവിശ്വാസികളായി മരിക്കുന്ന ആളുകൾ, യേശുക്രിസ്തുവിനെ അംഗീകരിക്കാതെ മരിക്കുന്ന ആളുകൾ എങ്ങോട്ടാണ് പോകുന്നത്?
പാതാളത്തിലേക്കാണ് പോകുന്നത്. മരിച്ച പാപികളായ ആത്മാക്കൾ വിശ്രമിക്കുന്ന സ്ഥലമാണ് പാതാളം. പാതാളത്തിൽ നിന്നും മരണത്തിൽ നിന്നും മരിച്ചവർ ഉത്ഥാനം ചെയ്ത് ദൈവത്തിൻ്റെ വെള്ള സിംഹാസനത്തിൻ്റെ മുമ്പിൽ എത്തും. ഇത്രയും ഡീറ്റെയിൽ ചെയ്തത് എന്തിനാണ്? ഈ 3 സ്ഥലങ്ങളൊക്കെ എടുത്തു പറഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഒരൊറ്റ പാപി പോലും ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടുകയില്ല. ആ ഒരു പ്രയോഗം മാത്രം നോക്കിയാൽ മതി. മരിച്ചവർ ആബാലവൃദ്ധം, ആ പ്രയോഗം മാത്രം മതി. അതിൻ്റെ അർത്ഥം ഒരാൾ പോലും ഒഴിഞ്ഞു പോകാതെ സകല മരിച്ച ആളുകളും ഈ ന്യായവിധിക്കായിട്ട് വെള്ളസിംഹാസനത്തിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കേണ്ടതായി വരും. അപ്പോൾ അങ്ങനെ വന്ന് നിന്ന് കഴിയുമ്പോൾ എന്തടിസ്ഥാനത്തിലാണ് കർത്താവായ യേശുക്രിസ്തു ഈ രക്ഷിക്കപ്പെടാത്ത പാപികളെ ന്യായം വിധിക്കുന്നതെന്നും കൂടി നോക്കണം. ഇതിനൊരു അടിസ്ഥാനം വേണം, അല്ലെങ്കിൽ തെളിവുകൾ വേണമല്ലോ. ഏത് കോടതിയിലും വിസ്താരങ്ങൾ നടക്കുമ്പോൾ തെളിവുകൾ ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ തെളിവുകൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് നോക്കിയാൽ 12-ാം വാക്യത്തിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിന് ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്ക് അടുത്ത ന്യായവിധി ഉണ്ടായി. 12-ാം വാക്യം വായിക്കാം. മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിന് മുൻപിൽ നിൽക്കുന്നത് കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിനൊത്തവണ്ണം, അതാണിപ്പോൾ ഞാൻ പറഞ്ഞത്, പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിനൊത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത ന്യായവിധി ഉണ്ടായി. അപ്പോൾ പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിന് ഒത്തവണ്ണം, അപ്പോൾ അവിടെ രേഖകളൊക്കെ ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ടാണല്ലോ നമ്മൾ വായിച്ച വാക്യത്തിലുണ്ടായിരുന്നല്ലോ, പുസ്തകങ്ങൾ തുറന്നു. പുസ്തകങ്ങൾ തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിന് ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത ന്യായവിധി ഉണ്ടായി. അപ്പോൾ ഈ തുറന്ന പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോരുത്തർക്കും ന്യായവിധി നടത്തി കൊടുത്തത്. അപ്പോൾ ഇപ്പോൾ നമുക്കൊരു ആകാംക്ഷ വരുന്നുണ്ടാകാം, അതായത് ഏതൊക്കെ പുസ്തകങ്ങളാണ് സ്വർഗത്തിൽ തുറന്നത്? അവിടെ ഇങ്ങനെ രേഖകൾ സൂക്ഷിക്കുന്ന പുസ്തകങ്ങൾ 1 2 3 എന്നൊക്കെ സംശയമുണ്ടെങ്കിൽ ഏതാണ് ഈ പുസ്തകങ്ങൾ എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. തീർച്ചയായിട്ടും സ്വർഗത്തിൽ തുറന്ന ഒരു പുസ്തകം ദൈവവചനം ആകാൻ എല്ലാ സാധ്യതകളുമുണ്ട്. കാരണം ദൈവവചനത്തെക്കുറിച്ച് 119-ാം സങ്കീർത്തനം 89-ാം വാക്യത്തിൽ പറയുന്നത് സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം. ഈ ദൈവവചനമാണ് നാം പ്രസംഗിക്കുന്നതും പാപികളോട് മാനസാന്തരപ്പെട്ട് ദൈവത്തിൽ വിശ്വസിക്കുവാൻ, ദൈവത്തെ ഭയപ്പെടുവാൻ, കർത്താവായ യേശുക്രിസ്തുവിനെ അംഗീകരിക്കുവാൻ ഒക്കെ പറയുന്നത് ദൈവവചനത്തിൽ നിന്നാണ്, അല്ലേ? ദൈവവചനം അടിസ്ഥാനമാക്കിയാണ്. കാരണം ആകാശം ഭൂമി ഒഴിഞ്ഞു പോയാലും ദൈവത്തിൻ്റെ വചനം സ്ഥിരമാണ്. അതിൽ നിന്നൊരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും മാറിപ്പോവുകയില്ല. അത് സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. 119-89. യഹോവേ, നിന്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. പക്ഷെ അപ്പം എൻ്റെ കേൾവിക്കാരായ നിങ്ങൾ ചിലപ്പോൾ ഒരു കാര്യം പറയുമായിരിക്കും, അത് സ്വർഗത്തിൽ അങ്ങനെ സ്ഥിരമായിരിക്കുകയാണ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമായില്ലല്ലോ, ആ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ന്യായം വിധിക്കുന്നതെന്ന് അവിടെ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പം അങ്ങനെ വല്ല വാക്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 48-ാം വാക്യത്തിൽ യേശു പറഞ്ഞു, എൻ്റെ വചനം കൈക്കൊള്ളാതെ എന്നെ തള്ളിക്കളയുന്നവനെ ന്യായം വിധിക്കുന്നവൻ ഉണ്ട്. ഞാൻ സംസാരിച്ച വചനം തന്നെ ഒടുക്കത്തെ നാളിൽ അവനെ ന്യായം വിധിക്കും. എൻ്റെ വചനം കൈക്കൊള്ളാതെ എന്നെ തള്ളിക്കളയുന്നവനെ ന്യായം വിധിക്കുന്നവനുണ്ട്. കണ്ടോ? വളരെ ശ്രദ്ധിക്കണം, വളരെ ക്ലോസ് അറ്റൻഷൻ. എൻ്റെ വചനം കൈക്കൊള്ളാതെ എന്നെ തള്ളിക്കളയുന്നവനെ ന്യായം വിധിക്കുന്നവനുണ്ട്. ഞാൻ സംസാരിച്ച വചനം തന്നെ ഒടുക്കത്തെ നാളിൽ അവനെ ന്യായം വിധിക്കും. അതുകൊണ്ടാണ് ഞാൻ അല്പം മുമ്പ് പറഞ്ഞത്, ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നാം സുവിശേഷം സംസാരിക്കുന്നത്. 1-ാം നൂറ്റാണ്ട് മുതൽ ആദിമസഭ സംസാരിച്ച സുവിശേഷമൊക്കെ നിങ്ങൾ നോക്കിയാൽ അവൾ തിരുവെഴുത്തുകളെ ആധാരമാക്കിയാണ് യേശുവിനെ പ്രസംഗിച്ചത്. തിരുവെഴുത്തുകൾ അവർക്ക് ആധാരമുണ്ടായിരുന്നു. ചുമ്മാതെ അവരുടെ മനസ്സിൽ തോന്നിയ കുറേ കാര്യങ്ങൾ പറയുകയല്ല ചെയ്തത്. തിരുവെഴുത്തുകൾ, കർത്താവായ യേശുക്രിസ്തു വന്നത് തന്നെ തിരുവെഴുത്തുകളും പ്രകാരമാണ്, മരിച്ചത് തിരുവെഴുത്തുകളും പ്രകാരമാണ്, അടക്കപ്പെട്ടത് തിരുവെഴുത്തുകളും പ്രകാരമാണ്, ഉയർത്തെഴുന്നേറ്റത് തിരുവെഴുത്തുകളും പ്രകാരമാണ്, സുവിശേഷം പ്രസംഗിക്കുന്നതും തിരുവെഴുത്തുകളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അങ്ങനെയാണെങ്കിൽ കർത്താവ് പറഞ്ഞ ഈ വാക്യം ഒരിക്കലും നമ്മൾ ബൈപ്പാസ് ചെയ്യരുത്. ഞാൻ സംസാരിച്ച വചനം തന്നെ ഒടുക്കത്തെ നാളിൽ അവനെ ന്യായം വിധിക്കും. അപ്പോൾ ഈ ലോകത്തിലെ ജീവിത കാലഘട്ടത്തിൽ കേട്ട സത്യവചനം പ്രമാണിക്കാതെ തള്ളിക്കളഞ്ഞു. അതുകൊണ്ടാണ് അവർ ന്യായം വിധിക്കപ്പെടുന്നത്. ഇത് തള്ളിക്കളഞ്ഞതിൻ്റെ ഉത്തരവാദിത്തം ആർക്കാ?
ഓരോരുത്തർക്കുമാണ്. നമ്മൾ വായിച്ചു പഠിച്ചു വന്ന ഭാഗത്തൊക്കെ നിങ്ങളുടെ പ്രാണനെ രക്ഷിക്കുവാനായിട്ട് ഓരോരുത്തരും ഓടിപ്പോകട്ടെ എന്നല്ലേ പറഞ്ഞത്. മഹദിയാം ബാബിലോണിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ അവളുടെ പാപങ്ങളിൽ ഓഹരിക്കാരാകാതെ അവളോടുകൂടെ നശിച്ചു പോകാതിരിക്കാൻ ഓരോരുത്തൻ അവനവൻ്റെ പ്രാണനെ രക്ഷിക്കുവാൻ അവളിൽ നിന്ന് ഓടിപ്പോകട്ടെ. അപ്പോൾ ഈ ഓരോരുത്തർക്കാണ് ഉത്തരവാദിത്വം. ഈ ക്രിസ്തുവിൻ്റെ ന്യായവിധി ദിവസത്തിൽ, അന്ത്യന്യായവിധി ദിവസത്തിൽ വെള്ളസിംഹാസനത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഓരോരുത്തരും തള്ളിക്കളഞ്ഞ ദൈവവചനത്തിൻ്റെ ഉത്തരവാദിത്വം ഓരോ പാപിയായ മനുഷ്യനും ദൈവത്തോട് പറയേണ്ടതായിട്ട് വരും. അവർ അത് തള്ളിക്കളഞ്ഞതിൻ്റെ കാരണം, അതിൻ്റെ കണക്ക് എല്ലാം ദൈവത്തോട് ബോധിപ്പിക്കേണ്ടതായിട്ട് വരും. അഥവാ പാപിയായ ഓരോ മനുഷ്യനും അനുസരിക്കാതെ തള്ളിക്കളഞ്ഞ സത്യവചനത്തിൻ്റെ കണക്ക് അവരെ ന്യായവിധിയിലേക്ക് കൊണ്ടുവരുന്നു. ആ ന്യായവിധി ദിവസത്തിൽ അതിൻ്റെ കണക്ക് അവർ ദൈവത്തെ ബോധിപ്പിക്കേണ്ടതായിട്ട് വരും. അവർക്ക് ബോധിപ്പിക്കുവാൻ കഴിയാത്തത് കൊണ്ട്, എന്തുകൊണ്ട് തള്ളിക്കളഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ബോധിപ്പിക്കാൻ കഴിയാത്തത് കൊണ്ട് അവർ ശിക്ഷിക്കപ്പെടുകയും അഗ്നിനരകത്തിൽ എറിയപ്പെടുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ തുറന്ന ഒരു പുസ്തകം വേദപുസ്തകമാണ്, അല്ലെങ്കിൽ സ്വർഗത്തിൽ സ്ഥിരമാക്കിയിരിക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ് എന്ന് വ്യക്തമാണ്. എന്നാൽ വേറെയും ചില പുസ്തകങ്ങളുണ്ട്. രണ്ടാമതൊരു പുസ്തകം നാം പരിശോധിക്കേണ്ടത് ന്യായം വിധിക്കപ്പെടുന്ന പാപികളായ മനുഷ്യരുടെ പ്രവൃത്തികൾ രേഖപ്പെടുത്തിയിരിക്കുന്ന വേറൊരു പുസ്തകത്തെക്കുറിച്ച് മലാഖി പ്രവചനം 3-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ നാം കാണുന്നുണ്ട്. അവിടെ പാപികളെക്കുറിച്ചല്ല, വിശുദ്ധന്മാരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. എങ്കിലും നമുക്കത് വായിക്കാം. യഹോവ ഭക്തന്മാർ അന്ന് തമ്മിൽ സംസാരിച്ചു. യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. യഹോവ ഭക്തന്മാർക്കും അവൻ്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവൻ്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വച്ചിരിക്കുന്നു. മലാഖി 3:16 ഇപ്പോൾ നാം വായിച്ചു കേട്ടത് യഹോവ ഭക്തന്മാർക്കും അവൻ്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവൻ്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വച്ചിരിക്കുന്നു. വേദപുസ്തകം പോലെ തന്നെ ഒരു സ്മരണ പുസ്തകം. വീണ്ടും നമുക്ക് എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യവും കൂടെ എൻ്റെ കൂടെ ചേർക്കുകയാണെങ്കിൽ അവിടെയും വിശുദ്ധന്മാരെക്കുറിച്ചാണ് പറയുന്നത്. ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നു കളവാൻ തക്കവണ്ണം അനീതിയുള്ളവനല്ല. ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും അവൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നു കളയുവാൻ തക്കവണ്ണം അനീതിയുള്ളവനല്ല. അപ്പോൾ ഈ വാക്യങ്ങളെല്ലാം വിശുദ്ധന്മാരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നതെന്ന് വായിച്ചു കേട്ടപ്പോൾ നിങ്ങൾക്കും എനിക്കും അറിയാം, വിശുദ്ധന്മാരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അതിൽ നിന്ന് നാം ഗ്രഹിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തിന് മറവിയില്ല. ദൈവം ആരുടെയും പ്രവൃത്തികൾ മറന്നു കളയുന്നില്ല. എല്ലാം ദൈവത്തിന് ഓർമ്മയുണ്ട്. ആകെ ദൈവത്തിന് ഓർമ്മയില്ലാത്തത് നാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച പാപങ്ങൾ മാത്രമാണ്. ആരെങ്കിലും പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചാൽ അതിൻ്റെ കണക്ക് കർത്താവ് മായ്ച്ചു കളയുന്നു. അത് സമുദ്രത്തിൻ്റെ ആഴത്തിൽ കുഴിച്ചിടുന്നു. അതിൻ്റെ കണക്കുകളൊന്നും അവൻ നോക്കുന്നില്ല എന്നുള്ളത് ശരിയാണ്. എന്നാൽ ആരുടെയും പ്രവൃത്തികൾ അവൻ മറന്നു കളയുന്നില്ല. എല്ലാം ദൈവത്തിന് ഓർമ്മയുണ്ട് എന്നീ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് ചിന്തിക്കാവുന്നതാണ്. ആവശ്യമായ എല്ലാ രേഖകളും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉണ്ടെന്നുള്ളത് കൃത്യമായിട്ട് നാം മനസ്സിലാക്കിയിരിക്കണം. പക്ഷേ ഒരു തെറ്റിദ്ധാരണ വരാൻ സാധ്യതയുണ്ട്. ഞാനതൊന്ന് തിരുത്തിക്കോട്ടെ. അതായത് നമ്മൾ ചെയ്ത എല്ലാ കാര്യങ്ങളുടെയും രേഖ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ചിലരൊക്കെ ആശ്വസിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം എല്ലാ പ്രവൃത്തികളും ഓർത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതൽ നല്ല പ്രവൃത്തികൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, മനസ്സിലായോ, എല്ലാം ചില വാക്യങ്ങൾ നന്മ പ്രവർത്തിച്ചവർ എന്നൊക്കെ ചില വാക്യങ്ങളും കിടപ്പുണ്ട്. അപ്പോൾ ഈ ധാരണ തിരുത്തിയില്ലെങ്കിൽ ഒരു അപകടമുള്ളത് കൊണ്ട് ഞാൻ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ബാധ്യസ്ഥനായതുകൊണ്ട്. ഇപ്പോൾ ചിലരൊക്കെ ചിന്തിക്കും, എല്ലാ പ്രവൃത്തികളും ദൈവം നോക്കുന്നുണ്ടല്ലോ, അപ്പോൾ നന്മയും തിന്മയും കൂടെ തൂക്കി നോക്കിയിട്ട് ഞാൻ ചെയ്തത് നല്ല പ്രവൃത്തികളാണ്, കൂടുതലും നന്മ പ്രവൃത്തികളാണെന്നുണ്ടെങ്കിൽ ഞാൻ രക്ഷ പ്രാപിക്കും, ഈ ന്യായവിധിയിൽ വരേണ്ടതില്ല എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് അതൊരു തെറ്റിദ്ധാരണയാണ്. കാരണം പ്രവൃത്തികളാൽ ആരും രക്ഷ പ്രാപിക്കുന്നില്ല. നമുക്ക് വായിക്കാം എഫേസ്യ ലേഖനം. ഇത് പലപ്പോഴും വായിച്ച് പരിചയമുള്ള വാക്യമാണെങ്കിലും അത് എല്ലാം ചേരേണ്ടത് ചേർക്കണമല്ലോ. എഫേസ്യ ലേഖനം 2:8-9 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് ഓർത്തിരിക്കണം. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിക്കുവാൻ പ്രവൃത്തികളും കാരണമല്ല. പ്രവൃത്തികളാൽ ആർക്കും രക്ഷ പ്രാപിക്കുവാൻ കഴിയുകയില്ല എന്ന് അസന്നിഗ്ധമായിട്ട് ബൈബിൾ പ്രഖ്യാപിക്കുന്നുണ്ട്, അല്ലേ? നിങ്ങൾ ആരെങ്കിലും രക്ഷ പ്രാപിച്ചെങ്കിൽ അതിന് നിങ്ങൾ കാരണക്കാരല്ല. അത് പിന്നെ എന്താണെന്ന് പറഞ്ഞത്, ദൈവത്തിൻ്റെ രക്ഷ ദൈവത്തിൽ നിന്ന് വരുന്നു. ദൈവം സൗജന്യമായിട്ട് ദാനമായിട്ട് തന്നതാണ്. അതാണ് കൃപ.
നാം വിശ്വാസത്തിൻ്റെ കരങ്ങൾ നീട്ടി അത് പ്രാപിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പ്രവൃത്തികൾ കൊണ്ട് ആർക്കും രക്ഷ പ്രാപിക്കുവാൻ കഴിയുകയില്ല. അതാരെങ്കിലും അപ്പോൾ കേട്ടപ്പം എല്ലാ പ്രവൃത്തികളുടെയും കണക്ക് ദൈവത്തിൻ്റെ അടുക്കലുണ്ട്. പ്രത്യേകിച്ച് സ്മരണ പുസ്തകത്തിൽ നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ ഒത്തിരി നല്ല പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട്, രക്ഷിക്കപ്പെടുമെന്ന് തെറ്റിദ്ധരിക്കരുത്. ഒരു വാക്യം മാത്രം പോരായിരിക്കും. നമുക്കൊരു വാക്യം കൂടെ തീത്തോസിൻ്റെ ലേഖനത്തിൽ നിന്ന് വായിക്കുകയാണെങ്കിൽ തീത്തോസ് 3:5 ഇങ്ങനെയാണ് നാം വായിക്കുന്നത്: നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ ദയയും മനുഷ്യപ്രീതിയും ഉദിച്ചപ്പോൾ അവൻ നമ്മെ നാം ചെയ്ത നീതിപ്രവൃത്തികളാലല്ല തൻ്റെ കരുണപ്രകാരം അത്രേ രക്ഷിച്ചത്. എന്നാൽ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ ദയയും മനുഷ്യപ്രീതിയും ഉദിച്ചപ്പോൾ അവൻ നമ്മെ നാം ചെയ്ത നീതിപ്രവൃത്തികളാലല്ല തൻ്റെ കരുണപ്രകാരം അത്രേ രക്ഷിച്ചത്. അപ്പോൾ നമ്മുടെ നീതിപ്രവൃത്തികൾ കൊണ്ട് ആരും രക്ഷ പ്രാപിക്കുകയല്ല. ഞാൻ നല്ലതെന്ന് കരുതുന്ന കുറേ പ്രവൃത്തികൾ ചെയ്തതുകൊണ്ട്. കാരണം ഇത് ഒരുപാട് കാര്യങ്ങൾ കൂട്ടി വായിക്കണം. കർത്താവായ യേശുക്രിസ്തുവിനോട് തന്നെ ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികളെ പ്രവർത്തിക്കേണ്ടതിന് ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ച സന്ദർഭം ഉണ്ടല്ലോ, യോഹന്നാൻ 6-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യത്തിൽ. അപ്പോൾ കർത്താവ് കൃത്യമായിട്ട് എടുത്ത് പറഞ്ഞത് പ്രവൃത്തികളൊന്നുമില്ല, അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കണം. യേശുക്രിസ്തുവിനെ വിശ്വസിച്ച് രക്ഷ സ്വായത്തമാക്കുന്നില്ല എങ്കിൽ എന്ത് പ്രവൃത്തി ചെയ്താലും ആ പ്രവൃത്തികളാൽ രക്ഷ പ്രാപിക്കുകയല്ല. കണക്കൊക്കെ ദൈവത്തിൻ്റെ കാണും. ആ കണക്ക് നമ്മളെ രക്ഷയിലേക്ക് നയിക്കുകയില്ല എന്നറിഞ്ഞിരിക്കണം. അവർ അവനോട് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികളെ പ്രവർത്തിക്കേണ്ടതിന് ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. യേശു അവരോട് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചുവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നത് അത്രേ എന്ന് ഉത്തരം പറഞ്ഞു. യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിച്ചിട്ടില്ല എങ്കിൽ വേറെ ഒരു വഴിയിലും നന്മ പ്രവർത്തിച്ചോ കൂടുതൽ കാര്യങ്ങൾ ചെയ്തോ ഒന്നും ആർക്കും രക്ഷ പ്രാപിക്കുവാനായിട്ട് കഴിയുകയില്ല എന്ന് വ്യക്തമായിരിക്കണം. പക്ഷേ അപ്പോഴും ഒരു ചോദ്യം അവശേഷിക്കാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ ന്യായവിസ്താരത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇവരൊന്നും കർത്താവിൽ വിശ്വസിച്ചിട്ടില്ല എന്നറിയാവുന്നതുകൊണ്ട് നേരെ അവരെ നരകത്തിലേക്ക് തള്ളിയിട്ടാൽ പോരെ എന്ന് വേണമെങ്കിൽ ചോദിക്കാം. അല്ലെങ്കിൽ എന്തിനാണ് കർത്താവായ യേശുക്രിസ്തു ന്യായാധിപതിയായി സിംഹാസനത്തിൽ ഇരിക്കുന്നതിന് മുമ്പിൽ മനുഷ്യരുടെ നല്ലതും ചീത്തയുമായ പ്രവൃത്തികൾ പരിശോധിച്ച് കണക്കെടുക്കുന്നത്? ഞാൻ ചോദിച്ച ചോദ്യം നിങ്ങൾ കേട്ടോ. അതായത് ഇവർ പാപികളാണ്, കർത്താവിനെ അംഗീകരിച്ചവരല്ല, അവർ നരകത്തിൽ പോകേണ്ടവരാണ് എന്നുണ്ടെങ്കിൽ പിന്നെ നല്ലതും ചീത്തയുമായ പ്രവൃത്തികൾ പരിശോധിക്കുന്നത് എന്തിനാ? നന്മ പ്രവൃത്തികൾ രക്ഷയ്ക്ക് കാരണമല്ല എന്നിപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞത് കേട്ട് കാണുമല്ലോ. എന്തിനാണെന്ന് ചോദിച്ചാൽ നിത്യനരകത്തിൽ എന്തുമാത്രം കാഠിന്യമുള്ള ശിക്ഷയാണ് ഓരോരുത്തർക്കും നൽകേണ്ടത് എന്ന് തീരുമാനിക്കാൻ വേണ്ടിയാണ്. ശ്രദ്ധിക്കണം. അതായത് പൊതുവേ നമ്മൾ ചിന്തിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ പാപികളായ എല്ലാ ആളുകളും നരകത്തിൽ പോകും അല്ലേ, അവിടെ അവർ നിത്യമായിട്ടുള്ള ദണ്ഡനം അനുഭവിക്കും എന്ന് മാത്രമേ നാം ചിന്തിച്ചിട്ടുണ്ടാവുകയുള്ളൂ. അത് ശരിയാണ്. ഇവിടെ നമ്മുടെ നാട്ടിൽ ചിലർ പറയാറുണ്ട്, ഒരാളെ കൊന്നാലും 10 പേരെ കൊന്നാലും ഒറ്റ ശിക്ഷ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എത്ര പേരെ കൊന്നതെന്നുള്ള വിഷയമല്ല, എനിക്ക് ഒരൊറ്റ ശിക്ഷ മാത്രമേ കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞതുപോലെ. പക്ഷേ വേദപുസ്തകം വ്യക്തമാക്കുന്ന ഒരു സത്യം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവരും നരകത്തിൽ വീഴുമെന്നുള്ളത് സത്യമാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും ചിന്തിക്കാത്ത ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ സകല പാപികളെയും ഗന്ധക തീപ്പൊയ്കയായ നിത്യനരകത്തിൽ തള്ളിയിട്ട് കഴിയുമ്പോൾ അവർ വ്യക്തിപരമായിട്ട് കർത്താവായ യേശുക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞത് കൊണ്ടാണ് അവരുടെ വിധി അങ്ങനെ നിർണ്ണയിക്കപ്പെടുന്നത്. അവർ നരകയോഗ്യരായിട്ട് നിത്യനരകത്തിലേക്ക് തള്ളപ്പെടേണ്ടത്. എന്നാൽ ഓരോ പാപിയും അർഹിക്കുന്നതായിട്ടുള്ള ശിക്ഷ മാത്രമായിരിക്കും കർത്താവ് നരകത്തിൽ പോലും നൽകുന്നത്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കാൻ പോകുന്നത്, അപ്പോൾ നരകത്തിൽ ശിക്ഷയ്ക്ക് ഏറ്റക്കുറച്ചിലുകളുണ്ടോ? നിത്യതയിൽ ചെല്ലുന്ന വിശ്വാസികൾക്ക് ഏറ്റക്കുറച്ചിലുകളുണ്ടോ? ഉണ്ട്. പ്രതിഫലങ്ങളിൽ വ്യത്യാസമുണ്ട്, ശിക്ഷയിലും വ്യത്യാസങ്ങളുണ്ട്. നിത്യതയിൽ ചെന്നു എന്നുള്ളത് ശരിയാണ്, പക്ഷേ ദൗത്യങ്ങളിൽ വ്യത്യാസം ഉണ്ടാകും. നരകത്തിൽ വീണു എന്നുള്ളത് ശരിയാണ്, എന്നാൽ അവിടെ ശിക്ഷയ്ക്ക് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ട്. നമുക്കെല്ലാം വാക്യങ്ങൾ പരിശോധിച്ചാൽ അത് കാണാൻ കഴിയും. എല്ലാവരും ഒന്ന് തന്നെയായാലും അനുഭവിക്കേണ്ടതെന്ന് ചോദിച്ചാൽ എല്ലാവരും അനുഭവിക്കുന്ന ഒന്നെന്ന് പറയുന്നത് നിത്യ അഗ്നി, ആ നരകത്തിൽ വീഴുന്നതാണ്. എന്നാൽ ചില വ്യത്യാസങ്ങളുണ്ട്. മത്തായി സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 20 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ കേൾക്കുക. മത്തായി സുവിശേഷം യേശു കർത്താവ് പറഞ്ഞതാണ്: പിന്നെ അവൻ തൻ്റെ വീര്യപ്രവൃത്തികൾ മിക്കതും നടന്ന പട്ടണങ്ങൾ മാനസാന്തരപ്പെടാകിയാൽ അവയെ ശാസിച്ചു തുടങ്ങി. കോരസീനെ, നിനക്ക് ഹാ കഷ്ടം! ബെത്സയിദേ, നിനക്ക് ഹാ കഷ്ടം! നിങ്ങളിൽ നടന്ന വീര്യപ്രവൃത്തികൾ സോരിലും സീദോനിലും നടന്നിരുന്നുവെങ്കിൽ അവർ പണ്ട് തന്നെ രട്ടിലും വെണ്ണീരിലും മാനസാന്തരപ്പെടുമായിരുന്നു. എന്നാൽ ന്യായവിധി ദിവസത്തിൽ നിങ്ങളെക്കാൾ സോരിനും സീദോനും സഹിക്കാവതാവും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നീയോ കഫർനഹൂമേ, സ്വർഗത്തോളം ഉയർന്നിരിക്കുമോ? നീ പാതാളം വരെ താണുപോകും.
നിന്നിൽ നടന്ന വീര്യപ്രവർത്തികൾ സോദോമിൽ നടന്നിരുന്നുവെങ്കിൽ അത് ഇന്ന് വരെ നിൽക്കുമായിരുന്നു. എന്നാൽ ന്യായവിധി ദിവസത്തിൽ നിന്നേക്കാൾ സോദോമ്യരുടെ നാടിന് സഹിക്കാവതാവും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കുറഞ്ഞ വർഷം 22ഉം 24ഉം വാക്യങ്ങൾ മത്തായി സുവിശേഷം 11ന്റെ 22ഉം 24ഉം എങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചാൽ കോരസീൻ, ബെത്സൈദ, കപ്പർനഹൂം ഈ 3 പട്ടണങ്ങളോടാണ് സംസാരിക്കുന്നത്. എന്നിട്ട് അവരോട് പറഞ്ഞു, ന്യായവിധി ദിവസത്തിൽ നിങ്ങളെക്കാൾ സോരിനും സീദോനും സഹിക്കാവതാകും, ന്യായവിധി ദിവസത്തിൽ നിങ്ങളെക്കാൾ സോദോമ്യരുടെ നാടിന് സഹിക്കാവതാകും. അപ്പോൾ അവിടെ സഹനത്തിൽ വ്യത്യാസമുണ്ടെന്നാണല്ലോ അതിൻ്റെ അർത്ഥം. എല്ലാവരും ഒരുപോലെ അല്ല സഹിക്കുന്നത്, ഏറ്റക്കുറച്ചിലുകൾ ഉണ്ട്. മത്തായി 23-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കവിടെ വീണ്ടും കാണാൻ കഴിയുന്നതിന് മത്തായി സുവിശേഷം 23-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങൾ നമ്മളോട് പറയുന്നത്, ശാസ്ത്രിമാരും പരീശന്മാരും ഒക്കെ ഒരുത്തനെ മതത്തിൽ ചേർക്കുവാൻ കടലും കരയും താണ്ടി നടന്നിട്ട് അവരെ ഇരട്ടിച്ച നരകത്തിന് യോഗ്യരാക്കുന്നു എന്നൊരു വാക്യമുണ്ട്. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് കഷ്ടം! നിങ്ങൾ ഒരുത്തനെ മതത്തിൽ ചേർക്കുവാൻ കടലും കരയും ചുറ്റി നടക്കുന്നു, ചേർന്ന ശേഷം അവനെ നിങ്ങളെക്കാൾ ഇരട്ടിച്ച നരകത്തിന് യോഗ്യനാക്കുന്നു. ഇരട്ടിച്ച നരകം മനസ്സിലായോ? സഹിക്കാവതാകും. ഈ ഇരട്ടിച്ച നരകം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു 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 ഇൻറ്റൻസിറ്റി അതിന് കൂടുതലുണ്ട്, അതിന് കാഠിന്യം കൂടുതലുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണല്ലോ. അതുകൊണ്ട് എല്ലാ ആളുകൾക്കും ഒരേ ശിക്ഷയല്ല, നഷ്ടപ്പെട്ട ഓരോ പാപിയും അർഹിക്കുന്ന ശിക്ഷ തന്നെ ന്യായവിധിയിൽ ലഭിക്കും. അങ്ങനെ ലഭിക്കുമ്പോൾ അതെന്തുകൊണ്ടാണ് അവൻ അത്രയും കൊടുത്തത്, എന്തുകൊണ്ടാണ് എനിക്ക് ഇത്രയും കൂടിയതോ കുറഞ്ഞതെന്നൊന്നും ആർക്കും കർത്താവിനോട് വാദിക്കുവാനോ കർത്താവിൻ്റെ തിരുനാമത്തെ ചോദ്യം ചെയ്യുവാനോ കഴിയുകയില്ല. ഇവിടെ കർത്താവിനെ ആശ്ചര്യമായിട്ട് കാണാതെ ഇരിക്കുന്ന ഈ ഭൂമിയിൽ നമുക്ക് പലതുമൊക്കെ പറയാം. അതുമാത്രമല്ല, തിന്മയ്ക്കുള്ള ശിക്ഷാവിധിയൊന്നും തൽക്ഷണം ഇവിടെ നടക്കുന്നുമില്ല. എന്നാൽ ദൈവത്തിൻ്റെ വെള്ളസിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ റോമാലേഖനത്തിൽ വായിക്കുന്നത് പോലെ ദൈവം സത്യവാൻ, സകല മനുഷ്യരും ഭോഷ്കു പറയുന്നവർ എന്നേ വരൂ. റോമാലേഖനം 3-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം വായിക്കണം. അപ്പോൾ അവിടെ ദൈവം സത്യവാൻ, കാരണം ദൈവത്തിനെല്ലാം കാണാൻ, ദൈവത്തിനെല്ലാം അറിയാം. അതുകൊണ്ട് ദൈവം ഒരിക്കലും നുണ പറയത്തില്ല. ദൈവം സത്യവാനാണ്. നമുക്കാണ് ഈ നുണ പറയാനുള്ള ടെൻഡൻസി. അതുകൊണ്ട് നമുക്ക് റോമാലേഖനം 3-4 വായിക്കുകയാണെങ്കിൽ ദൈവം സത്യവാൻ, ദൈവം സത്യവാൻ, സകല മനുഷ്യരും ഭോഷ്കു പറയുന്നവരെന്നേ വരൂ. അപ്പോൾ ദൈവത്തെ ചോദ്യം ചെയ്യാനൊക്കെയല്ല, ദൈവം സത്യവാൻ, അവൻ്റെ കണ്ണ് അഗ്നിജ്വാലയ്ക്ക് ഒത്തതാണ്, അവനെല്ലാം കാണുന്നുണ്ട്. താഴോട്ട് വന്ന് 3-19 കൂടെ വായിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ ഈ ന്യായവിധി സമയത്ത് ഏതുവായും അടഞ്ഞ് സർവ്വലോകവും ദൈവസന്നിധിയിൽ ശിക്ഷായോഗ്യരായി തീരും എന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഏതുവായും അടഞ്ഞ്, കണ്ടോ, ദൈവത്തിന്റെ ന്യായാസനത്തിന്റെ മുമ്പിൽ വരുമ്പോൾ ഏതുവായും അടഞ്ഞ് സർവ്വലോകവും ദൈവസന്നിധിയിൽ ശിക്ഷായോഗ്യമായി തീരേണ്ടതിനത്രേ. ഏതുവായും അടഞ്ഞ് സർവ്വലോകവും ദൈവസന്നിധിയിൽ ശിക്ഷായോഗ്യരായി തീരും. ദൈവം സത്യവാൻ, സകല മനുഷ്യരും ഭോഷ്കു പറയുന്നവർ എന്നേ വരികയുള്ളൂ. അതുകൊണ്ട് ദൈവത്തെ ബോധ്യപ്പെടുത്താനോ ദൈവത്തിൻ്റെ സന്നിധിയിൽ എനിക്ക് ഇത്രയും വേണ്ടായിരുന്നു എന്ന് പറയാനോ ഒന്നും ആർക്കും കഴിയുകയില്ല. കാരണം പാപികളായ ഓരോരുത്തരും എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ ചിന്തിക്കുന്നു എന്നുള്ളതെല്ലാം കൃത്യമായിട്ട് ദൈവത്തിന് അറിയാം. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വെളിപ്പാട് 19-20 അധ്യായങ്ങളാണല്ലോ. 19-ാം അധ്യായത്തിൽ മടങ്ങി വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഫീച്ചേഴ്സ്, പ്രത്യേകതകൾ വിവരിച്ചപ്പോൾ 19-12 പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയാമോ? അവൻ്റെ കണ്ണ് അഗ്നിജ്വാല. നമ്മളത് ചിന്തിച്ചതാണ്. 19-12 അവൻ്റെ കണ്ണ് അഗ്നിജ്വാല. അപ്പം ഞാൻ അന്നേരം പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മൾ ഈ കർത്താവ് മടങ്ങി വരുന്നെന്ന് പറയുമ്പോൾ കർത്താവ് വരുന്നതിൻ്റെ സംഭവങ്ങൾ നോക്കിയിരിക്കുകയാണെങ്കിൽ സംഭവങ്ങളല്ല യോഹന്നാൻ കണ്ടത്, യേശുവിൻ്റെ നാമവും യേശുവിൻ്റെ ചില പ്രത്യേകതകളുമാണ്. അതിൽ ഒന്നാമത് എടുത്ത് പറഞ്ഞതാണ് അവൻ്റെ കണ്ണ് അഗ്നിജ്വാല. അവൻ്റെ കണ്ണ് അഗ്നിജ്വാല എന്ന് പറയുമ്പോൾ അവനൊന്നും മറഞ്ഞിരിക്കുന്നില്ല, എല്ലാം അവൻ്റെ സന്നിധിയിൽ നഗ്നവും. അതുകൊണ്ടാണ് ദൈവം സത്യവാൻ എന്ന് പറഞ്ഞത്. ഭോഷ്ക് പറയുന്നത് മനുഷ്യനാണ്. മനുഷ്യൻ ആനുകൂല്യം പിടിച്ചു പറ്റാൻ നോക്കുക. ആനുകൂല്യം പിടിച്ചു പറ്റണമെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി, ഇപ്പോൾ അവൻ്റെ നാമം വിളിച്ചപേക്ഷിച്ച് രക്ഷ പ്രാപിച്ചാൽ മതി. മരണത്തിന് ശേഷം ആ വെള്ളസിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ ഒന്നും പറയാനുണ്ടാകുകയില്ല, ഏതുവായും അടഞ്ഞു പോകും. ദൈവം സത്യവാൻ, ആർക്കും പ്രതിവാദം പറയാനായിട്ട് കഴിയുകയില്ല. ദൈവത്തിന് ഒന്നും അറിഞ്ഞിരിക്കുന്നില്ല എന്ന് നാം അറിഞ്ഞിരിക്കേണ്ടതാണ്. ദൈവത്തിൻ്റെ പുസ്തകം എല്ലാ സത്യങ്ങളും വെളിപ്പെടുത്തും. 2 പുസ്തകങ്ങളെക്കുറിച്ച് ഇപ്പോൾ പറഞ്ഞു. ഏതൊക്കെയാണ്? ഒന്നാമത് വേദപുസ്തകം, ദൈവവചനം. 2 സ്മരണ പുസ്തകം. ഇനി ഒരു പുസ്തകം കൂടി ഉണ്ടെന്ന് അവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. 3-മതായിട്ട് മറ്റൊരു പുസ്തകം കൂടി തുറക്കുന്നുണ്ട്. അതിൻ്റെ പേരാണ് ദ ബുക്ക് ഓഫ് ലൈഫ്, ജീവൻ്റെ പുസ്തകം.
നാം വായിച്ച ഭാഗത്തുണ്ടായിരുന്നു. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു എന്ന് നാം വായിക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ എല്ലാം പേരുകളാണ് ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ പുസ്തകത്തെക്കുറിച്ച് വേദപുസ്തകത്തിൽ ധാരാളം പരാമർശങ്ങളുണ്ട്. നമ്മളിതിനു മുമ്പ് പല ക്ലാസ്സുകളിലും പ്രത്യേകിച്ച് വെളിപ്പാട് പുസ്തക പഠനത്തിൽ അത് പരിശോധിച്ചിട്ടുള്ളതാണ്. എങ്കിലും ആരെങ്കിലും മറന്നുപോയവരോ ഇടയ്ക്ക് ചേർന്നവരോ ഉണ്ടെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് മാത്രം ഞാൻ ചില വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. 13-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം, വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം. ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത ഭൂവാസികളൊക്കെ പേരെഴുതിയിട്ടുള്ള ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടുള്ള 17-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം. 17-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ നാം വീണ്ടും ഈ കാര്യം കാണുന്നുണ്ട്. നീ കണ്ട മൃഗമോ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതും ഇനി അഗാധത്തിൽ നിന്ന് കയറി നാശത്തിലേക്ക് പോകുവാനിരിക്കുന്നതുമാകുന്നു. ഉണ്ടായിരുന്നതും ഇല്ലാത്തതും വരുവാനുള്ളതുമായ മൃഗത്തെ ലോകസ്ഥാപനം മുതൽ ജീവപുസ്തകത്തിൽ പേരെഴുതാതിരിക്കുന്ന ഭൂവാസികൾ ജീവപുസ്തകത്തിൽ പേര്, അതാണ് നമ്മൾ നോക്കേണ്ടത്. അതുപോലെ തന്നെ സഭകൾക്ക് ദൂതെഴുതിയപ്പോൾ സർദീസിലെ സഭയോട് പറഞ്ഞൊരു കാര്യം, ജീവപുസ്തകത്തിൽ പേര് മായ്ക്കാതിരിക്കും എന്നുള്ള കാര്യം ഓർക്കുന്നുണ്ട്. 3-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം. ഞാൻ വെളിപ്പാടിൽ നിന്ന് മാത്രമാണ് പറയുന്നത്. വേറെ പല പുസ്തകങ്ങളിലും ഉണ്ട്. സങ്കീർത്തനത്തിലുണ്ട്, പഴയ നിയമത്തിലുണ്ട്, സുവിശേഷങ്ങളിലുണ്ട്. അതൊക്കെ ഇതിനോട് ചേർക്കണം. 3-5. അവർ യോഗ്യന്മാരാകിയാൽ വെള്ള ധരിച്ചുകൊണ്ട് എന്നോട് കൂടെ നടക്കും. ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിച്ച് അവന്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ. ജീവപുസ്തകത്തിൽ പേര് എന്നുള്ളത് കണ്ടോ? 3-ാം അധ്യായത്തിൽ, 13-ാം അധ്യായത്തിൽ, 17-ാം അധ്യായത്തിൽ. ഇനിയിപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന 20-ാം അധ്യായത്തിലേക്ക് വന്നാൽ, ഇപ്പോൾ വായിച്ചല്ലോ 20-15. നമ്മളിപ്പോൾ പഠിക്കുന്നത് 20-ാമത്തെ അധ്യായമാണ്. 20-15 ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. 21-27 അടുത്ത അധ്യായം, 21-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യം. കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവനല്ലാതെ അശുദ്ധമായത് യാതൊന്നും മ്ലേച്ഛതയും ഭോഷ്കും പ്രവർത്തിക്കുന്നവൻ ആരും അതിൽ കടക്കുകയില്ല. അപ്പം കണ്ടോ, ഈ പുസ്തകത്തിൽ തന്നെ 5 സ്ഥലത്ത് അല്ലേ, 5 സ്ഥലത്തെങ്കിലും ജീവപുസ്തകത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ജീവൻ്റെ പുസ്തകത്തിൽ പേരുണ്ടാകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് അറിയാനായിട്ട് ജീവൻ്റെ പുസ്തകവും തുറക്കും. കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ രക്ഷിക്കപ്പെടാത്ത ആരുടെയും പേര് ഉണ്ടാവുകയില്ല. യഥാർത്ഥമായിട്ട് പുതുജന്മം പ്രാപിച്ച ദൈവമക്കളുടെ പേരുകൾ മാത്രമാണ് ജീവൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ലൂക്കോസ് 10:20 സ്വർഗത്തിൽ നിങ്ങളുടെ പേര് എഴുതിയിരിക്കുന്നതിൽ അത്രേ സന്തോഷിപ്പീൻ, ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല. നമ്മളിന്ന് രോഗം മാറുന്നതിലും കടം തീരുന്നതിലും ഭൂതങ്ങൾ കീഴടങ്ങുന്നതിലും ഒക്കെ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റില്ലായിരിക്കാം. പക്ഷെ അതിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, ഭൂതങ്ങൾ നിങ്ങൾ അല്ലെങ്കിൽ അത്ഭുതങ്ങളിലല്ല എന്ന്, ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്ര സന്തോഷിപ്പിക്കും. എനിക്ക് തോന്നുന്നു പലർക്കും അതിൽ വലിയ സന്തോഷമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. എല്ലാവർക്കും അത്ഭുതങ്ങൾ നടക്കുമ്പോഴാണ് ഭയങ്കര സന്തോഷം. പക്ഷെ സന്തോഷിക്കേണ്ടത്, യോഹന്നാൻ സ്നാപകൻ ഒരത്ഭുതവും പ്രവർത്തിച്ചില്ല എന്ന് ഞാൻ പലപ്പോഴും നിങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ? യോഹന്നാൻ 10-ാം അധ്യായത്തിൽ നമ്മളത് കാണുന്നുണ്ട്. ദൈവം അയച്ചിട്ട് വന്ന മനുഷ്യൻ അവൻ അത്ഭുതം ഒന്നും പ്രവർത്തിച്ചില്ല. അപ്പോൾ അത്ഭുതം പ്രവർത്തിക്കുക എന്നുള്ളതല്ല നമുക്ക് സന്തോഷിക്കുവാനുള്ള അടിസ്ഥാനം. നമ്മുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ ഉണ്ട് എന്നുള്ളതിലാണ് സന്തോഷിക്കേണ്ടത്. കാരണം ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. അപ്പോൾ തുറന്ന പുസ്തകങ്ങളുടെ പേരൊക്കെ കിട്ടിയല്ലോ. ഏതൊക്കെ പുസ്തകങ്ങളാണ് തുറന്നത്? 1 ദൈവവചനം, 2 സ്മരണ പുസ്തകം, 3 ജീവൻ്റെ പുസ്തകം. ഈ പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ന്യായവിധി. ഇനി നമുക്ക് 20-ാം അധ്യായത്തിൻ്റെ 12-13 വാക്യങ്ങൾ ഒന്നുകൂടെ വായിക്കുകയാണെങ്കിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ന്യായവിധി നടന്നതെന്നുള്ളത് ഒന്നുകൂടെ ഒന്ന് മനസ്സിൽ. മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിന് മുൻപിൽ നിൽക്കുന്നതും കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിന് ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത ന്യായവിധി ഉണ്ടായി. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തനും അവനവൻ്റെ പ്രവൃത്തികൾക്കടുത്ത വിധിയുണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക 2ാമത്തെ മരണം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. അപ്പോൾ പുസ്തകങ്ങൾ തുറന്നു എന്ന് പറഞ്ഞപ്പോൾ ഏതൊക്കെ പുസ്തകങ്ങളാണ് തുറന്നതെന്നും പേര് ഇല്ലെങ്കിൽ തീപ്പൊയ്കയിൽ തള്ളിയിടും എന്നുള്ളതും വളരെ വ്യക്തമായിട്ട് ഈ വാക്യങ്ങൾ നമ്മളോട് പറയുന്നുണ്ട് എന്ന് ഓർക്കുക. അപ്പോൾ ന്യായവിധി കഴിയുമ്പോൾ നഷ്ടപ്പെട്ട സകല പാപികളെയും
നരകത്തിലേക്ക് തള്ളിയിടും. നരകത്തിന് തിരുവചനത്തിൽ പല പേരുകളുണ്ട് കേട്ടോ, അത് ഞാനൊന്ന് പരിചയപ്പെടുത്താം. നരകം എന്നുണ്ട്, ഗന്ധക തീപ്പൊയ്ക എന്നുണ്ട്, തീപ്പൊയ്ക എന്നുണ്ട്, അഗ്നി നരകം എന്നുണ്ട്, രണ്ടാം മരണം, ഇങ്ങനെയൊക്കെ പേരുകളുണ്ട്. പറഞ്ഞ പേരുകളൊക്കെ കിട്ടിയോ എല്ലാവർക്കും? വേണം ഒരു പ്രാവശ്യം കൂടെ പറയാം. നമ്മൾ പൊതുവേ നരകം എന്നാണ് പറയുന്നതെങ്കിലും വേദപുസ്തകത്തിൽ പല പേരുകളുണ്ട്. 1 നരകം, 2 ഗന്ധക തീപ്പൊയ്ക, 3 വെറും തീപ്പൊയ്ക, 4 അഗ്നി നരകം, അടുത്തതായിട്ട് നാം കാണുന്നത് രണ്ടാം മരണം. അപ്പോൾ ഇങ്ങനെയൊക്കെ പേരുകൾ ഉണ്ട്. ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ നരകത്തെക്കുറിച്ചാണ്. എന്തിനാണ് ഇത് പറയുന്നതെന്ന് ചോദിച്ചാൽ, ഈ നരകം എന്ന വേദപുസ്തക ഉപദേശം തള്ളിക്കളയുന്നവരും അത് വിശ്വസിക്കാത്തവരും ധാരാളമുണ്ട്. പ്രത്യേകിച്ച് ഈ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവരുടെ കൂട്ടത്തിൽ തന്നെ നരകമെന്ന് പറയുന്നത് അംഗീകരിക്കാത്ത ആളുകളുണ്ട്. അവർ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ നരകമെന്ന് പറയുന്ന ആശയം ക്രിസ്തീയതയ്ക്ക് നിരക്കാത്തതാണ്. ക്രിസ്ത്യൻ ഫിലോസഫി അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസത്തിന് ഒരിക്കലും ചേരാത്തൊരു വാദഗതിയാണ്. ദൈവം സ്നേഹനിധിയാണ്, ആരും നശിച്ചു പോകരുതെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെ നശിക്കുന്ന അഗ്നി നരകത്തെക്കുറിച്ചൊക്കെ പറയുന്നത് അസ്ഥാനത്താണ്, അനാവശ്യമാണ് എന്ന് വാദിക്കുന്ന ഒരുപാട് പണ്ഡിതന്മാരൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് പണ്ഡിതന്മാരോട് വിരോധമൊന്നുമില്ല, പക്ഷേ എനിക്ക് യേശുക്രിസ്തുവിനോടാണ് സ്നേഹം. അതുകൊണ്ട്, കാരണം പണ്ഡിതന്മാരെക്കാളൊക്കെ വലിയ പണ്ഡിതനാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. യേശുക്രിസ്തു വളരെ വ്യക്തമായിട്ട് നരകത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. യേശുക്രിസ്തു ഇല്ലാത്തതൊന്നും പറയുന്ന ആളല്ല, അവൻ്റെ വാക്കുകളൊന്നും മാറിപ്പോകാത്തതാണ്, അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ പണ്ഡിതന്മാർ പറഞ്ഞതിനേക്കാൾ പ്രധാനം യേശു പറഞ്ഞതാണല്ലോ. അതുകൊണ്ട് യേശു ഇതിനെക്കുറിച്ച് പറഞ്ഞ ചില വാക്യങ്ങൾ ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. അപ്പോൾ അതുള്ളതാണ്, യേശു ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവന് മാത്രമേ സ്വർഗത്തിൽ എന്താണെന്നും സ്വർഗത്തിൻ്റെ അപ്പുറത്ത് എന്താണെന്നും അറിയാൻ പറ്റുള്ളൂ. അത് യേശു മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മത്തായി സുവിശേഷം ഒന്ന് എടുത്താട്ടെ, 18-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ, നിൻ്റെ കയ്യോ കാലോ നിനക്ക് ഇടർച്ചയായാൽ അതിനെ വെട്ടി എറിഞ്ഞു കളക, 2 കൈയും 2 കാലും ഉള്ളവനായി നിത്യാഗ്നിയിൽ വീഴുന്നതിനേക്കാൾ. ഇപ്പം നിത്യാഗ്നിയെക്കുറിച്ച് യേശു സംസാരിച്ചിട്ടുണ്ട്. 18-ന്റെ 8. കയ്യോ കാലോ നിനക്ക് ഇടർച്ച ആയാൽ അതിനെ വെട്ടി എറിഞ്ഞു കളക, 2 കൈയും 2 കാലും ഉള്ളവനായി നിത്യാഗ്നിയിൽ വീഴുന്നതിനേക്കാൾ അംഗഹീനനായിട്ടോ മുടന്തനായിട്ടോ ജീവനിൽ കടക്കുന്നത് നിനക്ക് നല്ലത്. ഇപ്പം നിങ്ങൾ കയ്യും കാലും വെട്ടുന്നതിനെ കുറിച്ചല്ല ഞാൻ പഠിപ്പിക്കുന്നത് എന്നുള്ളത് കൊണ്ട് അതിൻ്റെ വ്യാഖ്യാനത്തിലേക്ക് പോകുന്നില്ല. നമുക്ക് എന്താ ഇപ്പോൾ വേണ്ടത്? നിത്യാഗ്നി. നിത്യാഗ്നിയെക്കുറിച്ച് ആര് സംസാരിച്ചിട്ടുണ്ട്? യേശു. 23-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം നമ്മൾ അല്പം മുമ്പ് വായിച്ചതാണല്ലോ, ഇരട്ടിച്ച നരകം, ഇല്ലേ? അവനെ നിങ്ങളെക്കാൾ ഇരട്ടിച്ച നരകത്തിന് യോഗ്യനാക്കുന്നു. 23-ന്റെ 15. മത്തായി തന്നെ, മത്തായി സുവിശേഷം, അവനെ നിങ്ങളെക്കാൾ ഇരട്ടിച്ച നരകയോഗ്യനാക്കുന്നു. ഇതൊക്കെ യേശു പറഞ്ഞ കാര്യങ്ങളാ. നിത്യാഗ്നിയെക്കുറിച്ച് യേശു പറഞ്ഞു, ഇരട്ടിച്ച നരകത്തെക്കുറിച്ച് പറഞ്ഞു. 23 വിട്ട് കളഞ്ഞിട്ടില്ലെങ്കിൽ 33-ാം വാക്യം വായിച്ചാൽ 23-ന്റെ 33, പാമ്പുകളെ സർപ്പസന്തതികളെ നിങ്ങൾ നരകവിധി എങ്ങനെ ഒഴിഞ്ഞു പോകും? നരകവിധി യേശു പറഞ്ഞതായത്, നരകവിധി എങ്ങനെ ഒഴിഞ്ഞു പോകും? 25-ാം അധ്യായം മത്തായി സുവിശേഷം തന്നെ 25-ാം അധ്യായത്തിൻ്റെ 46-ാമത്തെ വാക്യത്തിൽ, ഇവർ നിത്യദണ്ഡനത്തിലേക്കും നീതിമാന്മാർ നിത്യജീവങ്കിലേക്കും പോകും. ഇങ്ങനെ എത്രയോ വാക്യങ്ങളാണ് യേശു പറഞ്ഞിട്ടുള്ളത്. മർക്കോസ് 9-ാം അധ്യായത്തിൻ്റെ 46-ാം വാക്യം വായിച്ചാട്ടെ. മർക്കോസ് 9:46, മുടന്തനായി ജീവനിൽ കടക്കുന്നത് 2 കാലുമുള്ളവനായി കെടാത്ത തീയായ നരകത്തിൽ വീഴുന്നതിനേക്കാൾ നിനക്ക് നല്ലത്. അപ്പം കെടാത്ത തീയായ നരകത്തെക്കുറിച്ച്, നിത്യദണ്ഡനത്തെക്കുറിച്ചൊക്കെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. മുടന്തനായി ജീവനിൽ കടക്കുന്നത് 2 കാലുള്ളവനായി കെടാത്ത തീയായ നരകത്തിൽ വീഴുന്നതിനേക്കാൾ നിനക്ക് നല്ലത്. കർത്താവ് പറഞ്ഞാൽ പിന്നെ ഇത് അംഗീകരിക്കാമല്ലോ, അല്ലേ? നിത്യ അഗ്നിയെക്കുറിച്ച്, ഇരട്ടിച്ച നരകത്തെക്കുറിച്ച്, നരകവിധിയെക്കുറിച്ച്, നിത്യദണ്ഡനത്തെക്കുറിച്ച്, കെടാത്ത തീയായ നരകത്തെക്കുറിച്ച് കർത്താവ് സംസാരിച്ചിട്ടുണ്ട്. ഇത്രയൊന്നും അല്ല കേട്ടോ വാക്യങ്ങൾ. ഒന്നുകൂടെ വേണമെങ്കിൽ മത്തായി സുവിശേഷത്തിൽ പോയാൽ മത്തായി 5-ാം അധ്യായത്തിൻ്റെ 22, 29, 30 വാക്യങ്ങളൊക്കെ നോക്കിയാൽ ഗിരിപ്രഭാഷണത്തിൽ തന്നെ ഇത് പറഞ്ഞിട്ടുണ്ട്. ഗിരിപ്രഭാഷണം യേശുവിൻ്റെ നയപ്രഖ്യാപനമാണെന്ന് വേണമെങ്കിൽ പറയാം. അവിടെ നരകത്തെക്കുറിച്ച് പറഞ്ഞു. 5:22, ഞാനോ നിങ്ങളോട് പറയുന്നത്, സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. സഹോദരനോട് നിസാര എന്ന് പറഞ്ഞാലോ ന്യായാധിപ സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യനാകും. അഗ്നി നരകം 29-ാം വാക്യം അതേ അധ്യായത്തിൽ ആ പ്രസംഗം തുടരുകയാണ്. 29-ാം വാക്യവും 30-ാം വാക്യവും വായിച്ചു. വലങ്കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുന്നുവെങ്കിൽ അതിനെ ചൂന്നെടുത്ത് എറിഞ്ഞു കളക.
നിന്റെ ശരീരം മുഴുവനും നരകത്തിൽ വീഴുന്നതിനേക്കാൾ വലങ്കൈ നിനക്ക് ഇടർച്ച വരുത്തുന്നെങ്കിൽ അതിനെ വെട്ടിയെറിഞ്ഞു കളക. നിന്റെ ശരീരം മുഴുവനും നരകത്തിൽ പോകുന്നതിനേക്കാൾ. അപ്പോൾ ഇത്രയൊക്കെ പ്രാവശ്യം കർത്താവ് എടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോൾ എല്ലാം പറഞ്ഞ ഒരു കൺകോർഡൻസ് വല്ലതും ഉപയോഗിക്കും കേട്ടോ. ഇപ്പോൾ കൺകോർഡൻസ് വേണ്ട, ഗൂഗിൾ മതിയല്ലോ. കയറി നിങ്ങൾ ഒന്ന് നരകം അടിച്ചു കൊടുത്താൽ, യേശു പറഞ്ഞത് എന്നും കൂടെ അടിച്ചു കൊടുത്താൽ, യേശു നരകത്തെക്കുറിച്ച് പറഞ്ഞതെല്ലാം നിങ്ങളുടെ മുമ്പിലേക്ക് ഇങ്ങോട്ട് വരും. അപ്പം ഇത്രയൊന്നുമല്ല, ഞാൻ സാമ്പിളായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പണ്ഡിതന്മാരെന്തും പറയട്ടെ, പണ്ഡിതന്മാർ പറഞ്ഞതിനെ ഖണ്ഡിക്കാനോ വാദിക്കാനോ നമുക്കാർക്കും അതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും നമ്മൾ നേടുന്നില്ല. എന്നാൽ കർത്താവായ യേശുക്രിസ്തു കൃത്യമായിട്ട് അഗ്നി നരകമുണ്ട്, കെടാത്ത തീയായ നരകമുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഇതൊരു തെറ്റായ ആശയമല്ല. യേശു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ട്. നിത്യജീവൻ ഉണ്ടെന്ന് പറഞ്ഞെങ്കിൽ അതുകൊണ്ട്, കെടാത്ത തീയായ നരകമുണ്ടെന്ന് പറഞ്ഞെങ്കിൽ അതുമുണ്ട് എന്ന് നാം ചിന്തിക്കണം. അപ്പോൾ ആത്മീയത എന്ന് പറയുന്നത് വെറും വൈകാരികമായിട്ട് മാത്രം എടുക്കേണ്ട ഒരു കാര്യമല്ല. പലപ്പോഴും ആത്മീയത ആളുകൾ വൈകാരികമായിട്ട് എടുക്കുകയും മനുഷ്യൻ്റെ നന്മയെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയും ചെയ്യുമ്പോഴാണ് എന്ത് വേണ്ടെന്ന് പറയുന്നത്, ന്യായവിധി വേണ്ട, നരകം വേണ്ട. ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചോ നിങ്ങൾ? അതായത് ഒരു വൈകാരികം, തീ വീഴുന്നതിനെക്കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ ഒരു വികാരത്തിൻ്റെ ഒരു വിക്ഷോഭം ഉണ്ടാകുന്നു, അത് വേണ്ട. നന്മയെക്കുറിച്ച് മാത്രം ചിന്തിച്ച് നിങ്ങൾ എന്തിനാ ഈ വേണ്ടാത്തത് ചിന്തിക്കുന്നത് എന്നെപ്പോഴും ചോദിച്ച്, വേണ്ടാത്തതല്ല, ഉള്ള കാര്യമാണിത്. അതുകൊണ്ട് മനുഷ്യ നന്മയെക്കുറിച്ചും വൈകാരികമായിട്ടുമൊക്കെയുള്ള ചിന്തകൾ മാത്രം വെച്ച് പുലർത്തുന്നവർ ന്യായവിധി വേണ്ടെന്ന് പറയും, ഇല്ലെന്ന് പറയും, നരകം ഇല്ലെന്ന് പറയും. അതൊന്നും അവർക്ക് ഉൾക്കൊള്ളാനായിട്ട് കഴിയുകയില്ല. അവരും എവിടെ നിൽക്കേണ്ടി വരും? ഈ വെള്ളസിംഹാസനത്തിന് മുമ്പാകെ നിന്ന് നരകത്തിലേക്ക് പോകേണ്ടതായിട്ട് വരും എന്ന് അറിഞ്ഞുകൊള്ളണം. നമ്മുടെ ദൈവം എല്ലാവരെയും സ്നേഹിച്ച് എല്ലാവരെയും രക്ഷിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകും എന്നാണ് പലരും കരുതിയിരിക്കുന്നതെങ്കിൽ, ദൈവം ആരെയും നരകത്തിൽ വിടുകയില്ല എന്ന് കരുതുന്നെങ്കിൽ, അങ്ങനെ പഠിപ്പിക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഉണ്ടെങ്കിൽ വേദപുസ്തകത്തിലെ യാഥാർത്ഥ്യം അതല്ല എന്ന് ഞാൻ ഉറക്കെ പ്രസ്താവിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായിട്ടും ദൈവത്തിന് ആരും അവിടെ പോകാൻ ആഗ്രഹമില്ല. കാരണം ഈ നരകം ആർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്? പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും. നമ്മൾ പല പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. അവൻ്റെ കൂടെ ചേർന്നതുകൊണ്ട് അങ്ങോട്ട് പോകേണ്ടി വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ദൈവം നമുക്ക് വേണ്ടി നിത്യ സ്വർഗമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് വേണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ പോകാൻ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ, അത് നിത്യ നരകമാണ്. അപ്പോൾ ഈ നരകം എന്തിനാ എന്ന് ചോദിക്കുകയാണെങ്കിൽ, എന്താ അതിൻ്റെ കാരണമെന്ന് ചോദിക്കുകയാണെങ്കിൽ, ദൈവം നീതിമാനാണെന്നുള്ളതിൻ്റെ ഒന്നാമത്തെ തെളിവാണ്, സാക്ഷ്യമാണ് എന്ത്? നരകം. ഞാൻ പറഞ്ഞത് കേട്ടോ? അതായത് ദൈവം നീതിമാനാണ് എന്നുള്ളതിൻ്റെ സാക്ഷ്യമാണ്, തെളിവാണ് നരകം. ദൈവം പാപത്തെ ന്യായം വിധിക്കും, അതിന് ശിക്ഷ നൽകും എന്നുള്ളതിൻ്റെ തെളിവാണ് നരകം. മനുഷ്യൻ്റെ ഉത്തരവാദിത്വവും മനുഷ്യൻ്റെ സാക്ഷ്യവും എങ്ങനെ ആയിരിക്കണം എന്നുള്ളതും നരകത്തിലാണ് വെളിപ്പെട്ട് വരുന്നത്. മനുഷ്യൻ്റെ ഉത്തരവാദിത്വം മനസ്സിലായി. ദൈവം സുപ്രീം അല്ലെങ്കിൽ സോവറിൻ ആണെന്ന് പറയാം. ദൈവം പരമാധികാരമുള്ളവനാണ്. ആ പരമാധികാരമുള്ള ദൈവം നമ്മളെ സൃഷ്ടിച്ചപ്പോൾ നമ്മളെ ഉത്തരവാദിത്വ ബോധമുള്ളവരായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ആ ഉത്തരവാദിത്തങ്ങൾ നാം നിവർത്തിക്കുന്നില്ലെങ്കിൽ, ഉത്തരവാദിത്തങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നാമത് നാം മനസ്സിലാക്കേണ്ടത്, മനുഷ്യന് ദൈവം തിരഞ്ഞെടുക്കുവാനും തീരുമാനിക്കുവാനും ഉള്ള സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. മനുഷ്യന് ദൈവത്തിൻ്റെ കയ്യിലെ കളിപ്പാവകളല്ല. മനസ്സിലായോ? ഫ്രീ വിൽ അല്ലെങ്കിൽ നമുക്ക് ഇച്ഛാശക്തി എന്ന് പറയുന്നൊരു കാര്യം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും എനിക്ക് മനസ്സില്ല, എനിക്ക് വേണ്ട, എനിക്കത് ഇഷ്ടമല്ല എന്നൊക്കെ നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ്? ദൈവം നമുക്ക് തിരഞ്ഞെടുക്കാനും തീരുമാനിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം, ഇച്ഛാശക്തി, വിൽ പവർ എന്ന് വേണമെങ്കിൽ പറയാം, തന്നിരിക്കുന്നത് കൊണ്ടാണ്. അപ്പം മനുഷ്യൻ യാന്ത്രികമായി പ്രവർത്തിക്കുന്ന നിസ്സഹായനായ ഒരു യന്ത്ര മനുഷ്യനല്ല, അല്ലെങ്കിൽ ചരടുകളാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു പാവയല്ല. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവൻ ഇച്ഛാശക്തി നൽകിയിട്ടുണ്ട്, തിരഞ്ഞെടുക്കുവാനും തീരുമാനിക്കുവാനുള്ള കഴിവും സ്വാതന്ത്ര്യവും നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ദൈവം ആരെയെങ്കിലും നരകത്തിൽ അയക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാനതിനോട് യോജിക്കുന്നില്ല, ബൈബിൾ അതിനോട് യോജിക്കുന്നില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? സത്യമായിട്ടും ദൈവം ആരെയും നരകത്തിലേക്ക് അയക്കുന്നില്ല. എന്നാൽ എന്താണ് ശരി എന്ന് ചോദിച്ചാൽ, മനുഷ്യർ ദൈവത്തെ തള്ളിക്കളഞ്ഞ്, രക്ഷകനെ തള്ളിക്കളഞ്ഞ് അവർ സ്വയമേ തിരഞ്ഞെടുക്കുന്നതാണ് നരകം. നരകം അവരവർ തിരഞ്ഞെടുക്കുന്നതാണ്. നമുക്ക് ചില വാക്യങ്ങൾ വായിക്കാം, അവരവർ തിരഞ്ഞെടുക്കുന്നതാണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട്. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം മുതൽ വായിക്കുകയാണെങ്കിൽ 21 വരെ പോകണം. ഗോഡ് സോ ലവ്ഡ് ദ വേൾഡ്, അല്ലേ? ദൈവം നമ്മളാരും നശിച്ചു പോകാതെ, നശിച്ചു പോകണം എന്ന് ദൈവം ആഗ്രഹിക്കുകയായിരുന്നെങ്കിൽ തൻ്റെ പുത്രനെ അയക്കുമായിരുന്നില്ല. വേദപുസ്തകത്തിലെ തങ്കവാക്യമാണ് 3:16. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും
നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്. അത് അണ്ടർലൈൻ ചെയ്യണം. നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഇനിയത്തെ വാക്യങ്ങൾ ശ്രദ്ധിക്കുക. ദൈവം തന്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിക്കുവാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. വിശ്വസിക്കാത്തവന് ദൈവത്തിന്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കായികയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. പുത്രനിൽ വിശ്വസിക്കായികയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ അവർ വെളിച്ചത്തേക്കാൾ ഇരുളിനെ പ്രവർത്തിച്ചത് തന്നെ. അവര് ഇരുളിനെ സ്നേഹിച്ചു, എന്നിട്ട് അവര് ദോഷം പ്രവർത്തിച്ചു. അതാണ് അവർക്ക്. അപ്പോൾ ആരായി തിരഞ്ഞെടുത്തത്? അവർക്ക് യേശുവിനെ തിരഞ്ഞെടുക്കാമായിരുന്നു. യേശുവിനെ തിരഞ്ഞെടുക്കാതെ യേശുവിനെ തള്ളിക്കളഞ്ഞത് കൊണ്ടാണ്. ഇതിൻ്റെ കൂടെ മത്തായി 25:41 നമ്മൾ നേരത്തെ പറഞ്ഞ വാക്യം. പിന്നെ അവൻ ഇടത്തുള്ളവരോട്, ശപിക്കപ്പെട്ടവരെ എന്നെ വിട്ട് പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യ അഗ്നിയിലേക്ക് പോകുവീൻ. പിന്നെ അവൻ ഇടത്തുള്ളവരോട്, ശപിക്കപ്പെട്ടവരെ എന്നെ വിട്ട് പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ. അപ്പോൾ ആരാ ഈ നരകം തിരഞ്ഞെടുക്കുന്നത്? നരകം തിരഞ്ഞെടുക്കുന്നത് അവരവർ തന്നെയാണ്. ഓരോരുത്തരും സ്വയമേ എനിക്ക് ദൈവം വേണ്ട, ദൈവപുത്രൻ വേണ്ട, നിത്യത വേണ്ട, എനിക്കതിലൊന്നും താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ എൻ്റെ പിന്നെ ഇപ്പോൾ വന്ന് ആത്മാവുമില്ല എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടല്ലേ. ആത്മാവുമില്ല, നിത്യതയില്ല, ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ തന്നെ സ്വയമായിട്ട് ഇതിനെല്ലാം നിഷേധിച്ചത് കൊണ്ടാണ്. അവസരം നമ്മുടെ മുമ്പിലുണ്ട്, നിഷേധിച്ചിട്ട് നാം തന്നെ സ്വയമായിട്ട് നരകം തിരഞ്ഞെടുക്കുന്നതാണ് എന്ന് അറിഞ്ഞിരിക്കണം. പാപം എത്ര ഭയാനകമാണ് എന്നുള്ളതിൻ്റെ തെളിവും കൂടിയാണ് നരകം കേട്ടോ. കാരണം നമ്മൾ ഒരിക്കലെങ്കിലും ഈ പാപത്തെ ദൈവം കാണുന്നത് പോലെ കാണാനിടയായാൽ, പാപത്തെ ദൈവം കാണുന്നത് പോലെ കാണാൻ ഇടയാകുകയാണെങ്കിൽ നരകം പോലൊരു സ്ഥലം എന്തിനാണ് ദൈവം നിലനിർത്തിയിരിക്കുന്നത് എന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാവും. പാപത്തോടുള്ള ദൈവത്തിന് എന്താ, പാപത്തെ നോക്കാൻ കഴിയാത്ത, തിന്മയെ നോക്കാൻ കഴിയാത്ത നിർമ്മല ദൃഷ്ടിയൊക്കെ ഉള്ളവനാണ്. എങ്കിലും നമ്മളെ ഇത്രയൊക്കെ അനുവദിക്കുക ചെയ്യുന്നത്. എന്നിട്ടും നാം ആ ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തെ തിരഞ്ഞെടുക്കുകയും ചെയ്യാതിരിക്കുമ്പോൾ നമുക്ക് നരകം പോലൊരു സ്ഥലം മാത്രമേ പറ്റുകയുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് ദൈവം നരകത്തെ പിശാചിന് വേണ്ടി സൃഷ്ടിച്ചു വച്ചിരിക്കുന്നത്. നാം സ്വയമേവ തിരഞ്ഞെടുത്താണ് അങ്ങോട്ട് പോകുന്നതെന്നുള്ള കാര്യം മറന്നു പോകരുത്. അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ ഞാൻ ഓർമ്മപ്പെടുത്തിട്ട്, കാൽവരി ക്രൂശിൻ്റെ ദർശനം അല്ലെങ്കിൽ കാൽവരി ക്രൂശിൻ്റെ വെളിച്ചത്തിൽ നാം ചിന്തിക്കുമ്പോൾ ഒരാൾക്ക് പോലും, ഒരു പാപിക്കും നരകത്തിൽ പോയതിന് ദൈവത്തെ പഴിക്കുവാനായിട്ട് കഴിയുകയില്ല. അതുകൊണ്ടാണ് ഏതു വായും അടഞ്ഞു പോകുന്നത്, ദൈവം സത്യവാൻ എന്ന് പറയുന്നത്. ഒരാൾക്ക് പോലും ദൈവത്തെ ഒരു കാരണവശാലും പഴിക്കുവാൻ ഒക്കുകയില്ല. കാരണം നമ്മളിപ്പോൾ വായിച്ചു കേട്ടതുപോലെ ആരും നശിച്ചു പോകാതെ എല്ലാവരും നരകവിധി ഒഴിഞ്ഞു പോകാനായിട്ടുള്ള വഴി ദൈവം ഒരുക്കി. ദൈവത്തിന് പാപം ചെയ്തപ്പോൾ തന്നെ എല്ലാവരെയും നശിപ്പിക്കാമായിരുന്നു. എന്നാൽ ആരും നശിച്ചു പോകരുത്. എല്ലാവരും ഈ ദൈവപുത്രനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ എത്തണം, മാനസാന്തരപ്പെടണം, നിത്യതയിൽ വരണം എന്ന് ആഗ്രഹിച്ച് അതിനുള്ള വഴി ദൈവം തന്നെ മനുഷ്യനായി, ദൈവം തന്നെ നമ്മുടെ മരണം ഏറ്റെടുത്ത്, ദൈവം തന്നെ നമുക്ക് പകരം രക്ഷയ്ക്കുള്ള മാർഗം ഒരുക്കി നരകത്തെ ഒഴിഞ്ഞു പോകാനായിട്ടുള്ള വഴി വച്ചിരിക്കുകയാണ് അല്ലേ. എല്ലാവരും മാനസാന്തരപ്പെട്ട് രക്ഷ പ്രാപിക്കുവാൻ ദൈവം ആഗ്രഹിക്കുകയും ക്ഷമയോടെ കാത്തിരിക്കുകയും ചെയ്യുന്നു. പക്ഷേ ദൈവത്തിൻ്റെ ക്ഷമയെ നാം മുതലെടുക്കുന്നു, ദൈവത്തിൻ്റെ ക്ഷമയെ നാം പരിഹസിക്കുന്നു അല്ലേ. അങ്ങനെയൊക്കെയല്ലേ ചെയ്യുന്നത്. ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യങ്ങളല്ല. ആരെങ്കിലും സ്വർഗം കണ്ടിട്ടുണ്ടോ, ആരെങ്കിലും നരകം കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചതിനെല്ലാം പരിഹസിക്കുന്നു. പക്ഷേ നാം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഞാൻ പറയട്ടെ, ഒരു യാഥാർത്ഥ്യം പറയട്ടെ. ദൈവത്തിന് തൻ്റെ നിലവാരം താഴ്ത്താനോ, ദൈവത്തിൻ്റെ നിലവാരത്തിലേക്ക് നമ്മളെ ഉയർത്താൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ദൈവം ചെയ്യുന്നുണ്ട്. പക്ഷേ ദൈവത്തിന് തൻ്റെ നിലവാരം താഴ്ത്താൻ ഒരിക്കലും കഴിയുകയില്ല. ദൈവത്തിന് തൻ്റെ വ്യവസ്ഥകൾ മാറ്റാനും കഴിയുകയില്ല. ശ്രദ്ധിക്കണം, ദൈവത്തിൻ്റെ നിലവാരം താഴ്ത്താനും വ്യവസ്ഥകൾ മാറ്റാനും കഴിയത്തില്ല. ദൈവം തന്ന വ്യവസ്ഥകൾ അനുസരിച്ച് നമ്മുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തി നാം ദൈവത്തിൻ്റെ നിലവാരത്തിലേക്ക് ഉയർന്നു ചെല്ലണം എന്ന്. ദൈവത്തിൻ്റെ ചിന്തകൾ നമ്മുടെ ചിന്തകളേക്കാൾ ഉന്നതമാണ്. ദൈവത്തിൻ്റെ വഴികൾ നമ്മുടെ വഴികളേക്കാൾ അതിലേക്ക് വരാൻ ദൈവം അവസരം നമുക്ക് നൽകുകയാണ്. അത് നാം പ്രയോജനപ്പെടുത്തി നാം രക്ഷ പ്രാപിക്കണം. തൻ്റെ ഏകജാതനായ പുത്രനുള്ള വിശ്വാസം എന്ന ഏക വഴി. അങ്ങനെയാണല്ലോ നമ്മൾ ജോൺ 3:16 വായിച്ചത് അല്ലേ. ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കുവാനായിട്ടാണ് ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത്. അവൻ മാത്രമാണ് വഴി.
ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്കായിട്ട് നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. അപ്പോൾ അത് നമ്മൾ പ്രയോജനപ്പെടുത്താതെ അത് തള്ളിക്കളഞ്ഞിട്ട് എനിക്ക് യേശുവിനെ വേണ്ട എന്ന് പറയുമ്പോൾ നാം ശിക്ഷ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ മനുഷ്യർക്ക് കർത്താവായ യേശുക്രിസ്തുവിനെ തിരഞ്ഞെടുത്ത് രക്ഷ പ്രാപിച്ച് നരകവിധി അല്ലെങ്കിൽ ശിക്ഷ ഒഴിഞ്ഞു പോകണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ തീരുമാനവും ദൈവത്തിൻ്റെ വ്യവസ്ഥയും. അപ്പോൾ ദൈവത്തിൻ്റെ തീരുമാനത്തെ അവഗണിക്കുകയും ദൈവത്തിൻ്റെ വ്യവസ്ഥകൾ അംഗീകരിക്കാതിരിക്കുകയും ചെയ്താൽ ദൈവത്തിനൊന്നും ചെയ്യാനായിട്ടില്ല എന്ന് നാം അറിഞ്ഞിരിക്കേണ്ടതാണ്. ദൈവത്തിന്, ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുകയാണ്, ദൈവത്തിന് തൻ്റെ നിലവാരവും തൻ്റെ വ്യവസ്ഥകളും മാറ്റുവാൻ കഴിയത്തില്ല. അവൻ ഇന്നലെ ഇന്നും എന്നേക്കും അനന്യൻ, മാറ്റമില്ലാത്തവൻ ആണ് എന്നറിഞ്ഞിരിക്കണം. അതുമാത്രമല്ല, ദൈവം നീതിയുള്ള ന്യായാധിപതിയാണ്. ദൈവം ആരാണ്? നീതിയുള്ള ന്യായാധിപതി. അതുകൊണ്ട് വ്യവസ്ഥ ലംഘിച്ചാൽ നിത്യനരകത്തിൽ പോവുക എന്നുള്ളതല്ലാതെ മറ്റൊരു വഴിയില്ല. ദൈവം ആ വ്യവസ്ഥയാണ് വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് ഈ വെള്ളസിംഹാസനത്തിൻ്റെ മുമ്പിലുള്ള ദൈവിക ന്യായവിധി ഇന്ന് ഭൂമിയിൽ നടക്കുന്ന കോടതികളിലുള്ള വ്യവഹാരങ്ങളുമായിട്ട് ഒരു സാമ്യവും ഇല്ലാത്തതാണെന്നും കൂടി അറിഞ്ഞിരിക്കണം കേട്ടോ. കാരണം ഈ ദൈവത്തിൻ്റെ ഒരു ന്യായവിധി ദിവസമുണ്ട്, ഒരു സിംഹാസനമുണ്ട്, അതിൻ്റെ മുമ്പിൽ വെളിപ്പെടണം, കുറ്റങ്ങളൊക്കെ ബോധ്യപ്പെടുത്തുമെന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ ഈ ലോകത്തിലെ ഒരുപാട് വ്യവഹാരങ്ങളൊക്കെ അവിടെ വരട്ടെ ഞാൻ തെളിയിച്ചോളാം എന്ന് പറയാനോ അല്ലെങ്കിൽ ഞാൻ എൻ്റെ കേസ് ജയിക്കുമെന്ന് പറയാനോ ഒന്നും കഴിയുന്ന ഒരു സ്ഥലമല്ല. ഇതും കൂടി പറയേണ്ടത് അത്യാവശ്യമായതുകൊണ്ട് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഭൂമിയിലുള്ള ന്യായാസനങ്ങളിൽ, കോടതികളിൽ നടക്കുന്ന ന്യായവിധികളുമായിട്ട് സ്വർഗത്തിലെ ഈ അന്ത്യന്യായവിധിയിൽ നടക്കുന്ന വെള്ളസിംഹാസനത്തിന് മുമ്പിലുള്ള വിസ്താരത്തിന് യാതൊരു സമാനതയും ഇല്ല, ഒരു സാമ്യവുമില്ല എന്നും കൂടി അറിഞ്ഞിരിക്കണം. ദൈവത്തിൻ്റെ ന്യായവിധിയിൽ ഒരു ന്യായാധിപൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. സിംഗിൾ ബെഞ്ച് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇവിടെ ഫുൾ ബെഞ്ച്. അപ്പോൾ ഇവിടെ സിംഗിൾ ബെഞ്ചിൽ പോയാൽ ഫുൾ ബെഞ്ചിൽ പോകാം, ഫുൾ ബെഞ്ചിൽ പോയാൽ നമുക്ക് ഹയർ കോർട്ടുകളിൽ പോകാം, അവിടെ പോയാൽ സുപ്രീം കോടതിയിൽ പോകാം. അതുകൊണ്ടാണ് നമ്മൾ പോകും, ഞാൻ പിന്നെയും പോകും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ദൈവത്തിൻ്റെ ഈ ന്യായവിധിയിൽ ഒരു ന്യായാധിപൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഒരു വ്യവഹാര വിചാരണ സമിതിയോ ഒരു മധ്യസ്ഥ സമിതിയോ ഒരു കൗൺസിലിംഗ്, ചില കേസുകളിലൊക്കെ കുടുംബ കോടതിയിലൊക്കെ ചെന്നാൽ ആദ്യം അങ്ങോട്ട് വിടും, കൗൺസിലിങ്ങിനൊക്കെ വിടും. ഇങ്ങനെയുള്ള യാതൊരു വ്യവസ്ഥകളും സ്വർഗത്തിലില്ല, അല്ലെങ്കിൽ നിത്യതയിൽ ചെല്ലുമ്പോൾ ഈ ന്യായവിസ്താരത്തിലില്ല എന്ന് അറിഞ്ഞിരിക്കണം. ദർ വിൽ ബി എ ജഡ്ജ് ബട്ട് ദർ വോണ്ട് ബി എനി ജൂറി. ജഡ്ജുണ്ട്, പക്ഷെ ഒരു ജൂറി ഇല്ല. നമ്മൾ ചില വിധികളിൽ രണ്ടുപേര് യോജിച്ചു, ഒരാൾ വിയോജിച്ചു എന്നൊക്കെ കാണുന്നത് നിങ്ങൾ വായിക്കാറുണ്ടോ? അപ്പോൾ നമുക്ക് ആൾ കുഴപ്പക്കാരനാണ്, ഇയാൾ നല്ലവനാണ്, ഇല്ല, അങ്ങനെയൊന്നും ഇല്ല. ഒരു ജഡ്ജ് മാത്രമേ ഉള്ളൂ. അതിന് മുകളിലേക്ക് അപ്പീൽ പോകാനായിട്ട് ഒന്നുമില്ല. എല്ലാ പാപികൾക്കും ഒരൊറ്റ അപ്പീൽ മാത്രമേ ഉള്ളൂ. അതിന് മുകളിലൊന്നും. അവിടെയാണ് വായ അടഞ്ഞു പോകുന്നത്, അവിടെയാണ് ദൈവം സത്യവാനെന്ന് പ്രഖ്യാപിക്കപ്പെടുന്നത്. പാപികൾക്കെതിരെ കേസുണ്ടാകും, എന്നാൽ എതിർവാദമോ പ്രത്യുത്തരമോ പറഞ്ഞ് പ്രതിരോധം തീർക്കാനായിട്ട് ആർക്കും കഴിയുകയില്ല. ഐ റിപ്പീറ്റ്, മനസ്സിലായോ? എതിർവാദം പറയാനായിട്ടോ പ്രത്യുത്തരം പറയാനായിട്ടോ പ്രതിരോധം തീർക്കാനായിട്ടോ ഒരു പാപിക്കും കഴിയുകയില്ല. വിധി പ്രഖ്യാപിക്കും, എന്നാൽ അതിനെതിരെ പുനർവിചാരണ ആവശ്യപ്പെടുവാനായിട്ട് ഒരാൾക്കും കഴിയുകയില്ല. കാരണം ദൈവത്തിൻ്റെ വിധി ആത്യന്തികമാണ്. എല്ലാം മനസ്സിലാക്കിയിട്ടാണ്. അവൻ്റെ കണ്ണ് അഗ്നിജ്വാല, അവന് മറഞ്ഞിരിക്കുന്നത് ഒന്നുമില്ല. ദൈവിക ന്യായവിധിയിൽപ്പെട്ട ആർക്കും പ്രത്യുത്തരം പറയാനോ എതിർവാദം ഉന്നയിക്കാനോ തന്നെ ന്യായീകരിക്കാനോ ശിക്ഷ ഇളവ് ചെയ്ത് കിട്ടാനോ ഒന്നും ഒരു കാര്യവും നടക്കത്തില്ല. ദൈവം അനീതിയുള്ളവനെന്ന് കുറ്റാരോപണം നടത്തുവാനും കഴിയുകയില്ല. പഠിച്ച കാര്യങ്ങളൊക്കെ ഓർക്കുകയാണെങ്കിൽ അവൻ്റെ കണ്ണ് അഗ്നിജ്വാലയാണ്, അവന് മറഞ്ഞിരിക്കുന്നത് ഒന്നുമില്ല. ദൈവം സത്യവാനാണ്, സകല മനുഷ്യരും ഭോഷ്ക് പറയുന്നവരാണ്. അതുകൊണ്ട് ഏതുവായും അടഞ്ഞ് സർവ്വപാപികളും ദൈവസന്നിധിയിൽ ശിക്ഷായോഗ്യരായി തീരും. അങ്ങനെയാണെങ്കിൽ ഈ ന്യായവിധി എത്ര ഭയാവഹം ആയിരിക്കുമെന്ന് ദയവായിട്ട് ഓരോരുത്തരും ചിന്തിക്കണം കേട്ടോ. ഇതൊരു ലാഘവത്തോടെ നാം എടുക്കേണ്ട കാര്യമല്ല, വളരെ ഗൗരവമായിട്ടുള്ളൊരു ന്യായവിധിയാണ് ദൈവം നടത്തുന്നതെന്ന് അറിഞ്ഞിരിക്കണം. ദൈവം പുതിയ ആകാശവും പുതിയ ഭൂമിയും വെളിപ്പെടുത്തുന്നതിന് മുമ്പ് എന്തിനാ ഈ നരകം എന്ന് നമ്മൾ വീണ്ടും ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ, എന്തിനാ ഈ നരകം, എന്തിനാ ഈ പാപത്തെയും ഈ മരണത്തെയും ഒക്കെ പാതാളത്തിനെയൊക്കെ ഈ തീപ്പൊയ്കയിൽ തള്ളിയിടുന്നതെന്നൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ അടുത്ത അധ്യായത്തിലേക്ക് നമ്മൾ കയറാൻ പോവുക. 21, 22. അപ്പോൾ 21-ാം അധ്യായത്തിൽ ആദ്യം നമ്മൾ കാണുന്നത് എന്താണ്? പുതിയ ആകാശവും പുതിയ ഭൂമിയും. ഈ പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായിരിക്കും, എങ്ങനെയായിരിക്കും? അതിനേക്കാളെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, പാപമില്ലാത്തൊരു സ്ഥലമാണ് പുതിയ ആകാശവും പുതിയ ഭൂമിയും. അപ്പോൾ ഈ പാപത്തെ എന്നേക്കുമായിട്ട്
നീക്കിക്കളയണമല്ലോ, എങ്കിലല്ലേ പുതിയ ആകാശം ഇതുപോലെ തന്നെ ഇരിക്കുന്നതാണ്, പുതിയ ഭൂമി ഇതുപോലെ തന്നെ ഇരിക്കുന്നതാണെങ്കിൽ മനസ്സിലാവുന്നുണ്ടോ? ഇതുപോലെ പാപമംഗലമായിട്ടിരിക്കുന്നതാണെങ്കിൽ പിന്നെ അതിനെ പുതിയതെന്ന് പറയാൻ ഒക്കുകയല്ലോ. അപ്പോൾ പുതിയ ആകാശത്തിൻ്റെയും പുതിയ ഭൂമിയുടെയും ഏറ്റവും വലിയ പ്രത്യേകത പാപരഹിതമായിട്ടുള്ളൊരു സ്ഥലം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പാപത്തെ നീക്കിക്കളയണമല്ലോ. പാപത്തെ എന്നേക്കുമായി നീക്കിക്കളയുന്നതാണ് ഈ നരകത്തിലേക്ക് പാപികളെയും പിശാചിനെയും കള്ളപ്രവാചകനെയും കള്ളക്രിസ്തുവിനെയും എല്ലാം തള്ളി ഇടുന്നതോടെ സംഭവിക്കുന്നത്. അതിനുള്ള ന്യായവിധിയാണ് ഈ വെള്ളസിംഹാസനത്തിന് മുമ്പിൽ നടക്കുന്നത് എന്ന് അറിഞ്ഞിരിക്കുക. നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചിന്തിച്ചപ്പോൾ ടു കൺക്ലൂഡ് അവസാനമായിട്ടൊരു കാര്യം കൂടെ പറയേണ്ടതുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഈ ഭയാനകമായ ന്യായവിധിയിൽ നിന്ന്, നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ചിലപ്പോൾ നിങ്ങൾ പറയുമായിരിക്കും, ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഈ ന്യായവിധിക്ക് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല, ഇപ്പോഴാണ് ആദ്യമായിട്ട് ഇതൊക്കെ കേൾക്കുന്നതെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ രക്ഷപ്പെടാനൊരു വഴിയുണ്ട് ഇന്ന് എന്ന് ഞാൻ നിങ്ങളെ ബുദ്ധി ഉപദേശിക്കട്ടെ. ഒരൊറ്റ കാര്യം ചെയ്താൽ മതിയാകും. എന്ത് ചെയ്യണം? കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുക, അവനെ ആശ്രയിക്കുക, അവൻ്റെ നാമം വിളിച്ചപേക്ഷിച്ച് രക്ഷ പ്രാപിക്കുക. അതാണ് ദൈവം നമ്മളെക്കുറിച്ച് പ്രതീക്ഷിക്കുന്നത്. ബിലീവ്, അല്ലേ? കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അവൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുക, അവനെ ആശ്രയിക്കുക, അവൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. അവനിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ശിക്ഷാവിധിയിൽ അകപ്പെടുകയല്ല, അവൻ നശിച്ചു പോവുകയല്ല, അവൻ രക്ഷ പ്രാപിക്കുക ചെയ്യും. അതുകൊണ്ട് എന്നെ രക്ഷിക്കുന്നതിനാണ് എൻ്റെ യേശു കാൽവറി ക്രൂസിൽ മരിച്ചതെന്ന് മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ ആ വെളിപ്പാട് നൽകട്ടെ, നിങ്ങളുടെ ഹൃദയദൃഷ്ടികൾ പ്രകാശിപ്പിക്കപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. യേശുക്രിസ്തു എനിക്ക് പകരം കാൽവറിയിൽ മരിച്ചു എന്ന് മനസ്സിലാക്കി അവനെ നിങ്ങളുടെ സ്വന്തം രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് അവനോടൊപ്പം ചേരുക. അങ്ങനെ അവനോടൊപ്പം നിങ്ങൾ ചേർന്നാൽ അവൻ്റെ കൂടെ നിങ്ങൾക്ക് നിത്യതയിലേക്ക് നടന്നെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് രണ്ടാം പുനരുത്ഥാനത്തിൻ്റെ ഭാഗമാകുകയും രണ്ടാം മരണത്തിൻ്റെ ഭയാനക ഭീരുത്വത്തിലേക്ക് പോവുകയും ചെയ്യേണ്ടതായിട്ട് വരികയില്ല. ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാൻ, വിശുദ്ധൻ. അങ്ങനെ ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവനോ രൂപാന്തരപ്പെട്ടവനോ ആയി കർത്താവിൻ്റെ കൂടെ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയും. അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നില്ലെങ്കിൽ രണ്ടാം പുനരുത്ഥാനത്തിൻ്റെ ഭാഗമായി രണ്ടാം മരണത്തിൻ്റെ ഭയാനക ഭീകരതയായ നിത്യ അഗ്നിയിൽ നരകശിക്ഷ അനുഭവിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് അങ്ങനെ വരാതിരിക്കാനായിട്ട് യേശുക്രിസ്തുവിൻ്റെ ഉപദേശം ശ്രദ്ധിക്കുക. ഞാൻ യേശുക്രിസ്തുവിൻ്റെ വാക്ക് തന്നെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരട്ടെ. യോഹന്നാൻ 5:24, യോഹന്നാൻ 5:24, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു. യേശു ആമേൻ ആമേൻ എന്നൊക്കെ പറഞ്ഞാൽ ശ്രദ്ധിക്കണം കേട്ടോ. ആമേൻ ആമേൻ എന്ന് പറഞ്ഞാൽ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്നും ജീവങ്കിലേക്ക് കടന്നിരിക്കുന്നു. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് കടന്നിരിക്കുന്നു. ഈ വചനങ്ങളെ ശ്രദ്ധിക്കുന്ന നിങ്ങൾ ഒരാത്മശോധന നടത്തുക. ഓരോരുത്തരും ഒരു ആത്മശോധന നടത്തുക. വ്യക്തിപരമായിട്ട് ഞാൻ യേശുവിനെ വിശ്വസിച്ചിട്ടുണ്ടോ? ഞാൻ അവനെ ആശ്രയിച്ചിട്ടുണ്ടോ? ഞാൻ അവൻ്റെ നാമം വിളിച്ചപേക്ഷിച്ച് രക്ഷ പ്രാപിച്ച് മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് കടന്നിട്ടുണ്ടോ എന്ന് ചിന്തിക്കുക, ശോധന ചെയ്യുക. അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഇപ്പോഴാണ് നിങ്ങളുടെ സുപ്രസാദകാലം, ഇപ്പോഴാണ് നിങ്ങളുടെ രക്ഷാദിവസം. ഇപ്പോൾ തന്നെ അവൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുക. ദൈവം തീർച്ചയായിട്ടും നിങ്ങളുടെ വിളി കേട്ട്, ഈ എളിയവൻ നിലവിളിച്ചു യഹോവ കേട്ടു എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ നിലവിളി കേട്ട് നിങ്ങളുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തുകയും നിങ്ങളെ നിത്യനരകത്തിൽ നിന്ന് ഒഴിഞ്ഞ നിത്യജീവൻ്റെ ഉടമകളായി കർത്താവ് മാറ്റുകയും ചെയ്യും. അങ്ങനെ ഒരു തീരുമാനം എടുക്കുവാനായിട്ട് ദൈവമായ കർത്താവ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും നിങ്ങളങ്ങനെ ചെയ്യും എന്ന് വിശ്വസിക്കുകയും ചെയ്യട്ടെ. ഇതോടെ 19-ാം അധ്യായത്തിൽ നാം പഠിച്ചുകൊണ്ടിരുന്ന 5 സുപ്രധാന സംഭവങ്ങളുടെ വിവരണം അവസാനിക്കുന്നു. സ്വർഗം സന്തോഷിച്ചു, യേശു രാജാവായിട്ട് ഭൂമിയിലേക്ക് മടങ്ങി വന്നു, യേശുവിൻ്റെ കൂടെ വിശുദ്ധന്മാർ ഭൂമിയിൽ 1000 ആണ്ട് വാണു. ആ സമയത്ത് പിശാചിനെ ബന്ധിച്ചിരിക്കുകയായിരുന്നു, അവനെ അഴിച്ചുവിട്ടു, അവൻ ദൈവത്തിനെതിരെ വീണ്ടും മത്സരിച്ചു, അവനെയും ദൈവം ന്യായം വിധിച്ച് നിത്യാഗ്നിയിൽ കളഞ്ഞു. അതിനുശേഷം പാപികൾ ന്യായം വിധിക്കപ്പെട്ടു, അവരും അഗ്നി നരകത്തിലേക്ക് വീണു. ഇതോടെ 19-ാം അധ്യായത്തിൻ്റെ സംഭവങ്ങൾ അവസാനിച്ചു. മാനവചരിത്രം തന്നെ അതിൻ്റെ അന്ത്യത്തിലേക്ക് എത്തി എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ ദൈവം തൻ്റെ പ്രവൃത്തി തുടരുകയാണ്. ദൈവം പ്രവർത്തിക്കുന്നു, അവൻ ഇന്നും പ്രവർത്തിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്, അവൻ തൻ്റെ പ്രവൃത്തി തുടരുന്നു. അപ്പോൾ ദൈവം എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഇതാ ദൈവം സകലവും പുതുതാക്കുന്നു, എന്നിട്ട് അവൻ നമ്മെ നിത്യതയിലേക്ക് പ്രവേശിപ്പിക്കുന്നു. അതാണ് 21, 22
അധ്യായങ്ങളിൽ നാം കാണുന്നത്. കണ്ടാലും ഞാൻ സകലവും പുതുതാക്കുന്നു. അത് നമുക്ക് അടുത്ത ക്ലാസ്സിലാണ് പഠിക്കാനായിട്ട് പോകുന്നത്. 21, 22 അധ്യായങ്ങളിൽ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിച്ചുകൊണ്ട് പാപത്തിന് പിശാചിനെല്ലാം ഒരു അറുതി വരുത്തിയിട്ട് പുതിയൊരു ഭൂമിയും പുതിയൊരാകാശവും നമുക്കായിട്ട് സൃഷ്ടിച്ചിരിക്കുന്നതിൻ്റെ ചരിത്രം, അല്ലെങ്കിൽ ദൈവം ചെയ്തിരിക്കുന്നതിൻ്റെ ആ വെളിപ്പാട് നമുക്ക് അടുത്ത അധ്യായങ്ങളിൽ പഠിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കുകയും കർത്താവിന് വേണ്ടി ഒരു തീരുമാനമെടുക്കുവാൻ എന്നെ കേൾക്കുന്ന എല്ലാവർക്കും കർത്താവ് കൃപ തരികയും ചെയ്യട്ടെ. ദൈവത്തിന് സ്തോത്രം.